2-ാം അധ്യായം 33-ാം തിരുവചനം. ദൈവത്തിൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെടുകയും പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്ത അവൻ ഈ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു. അതാണ് നിങ്ങളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെടുകയും പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്ത അവൻ ഈ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു. അതാണ് നിങ്ങളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിനെ പിതാവായ ദൈവം പുത്രനിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിച്ചിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഏതെല്ലാം ആത്മീയ, ഭൗതിക, ശാരീരിക, സാമ്പത്തിക മേഖലയിലെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കപ്പെടുവാനും ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ നിറയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ച് പാടാം. ശക്തമായി കരമടിച്ച് ആത്മാവിൻ്റെ ശക്തിയിൽ കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും. പരിശുദ്ധാത്മാവേ വരണേ, വരദാനങ്ങൾ ചൊരിയണമേ, വചനം ലോകം മുഴുവനിലും ഘോഷിക്കാൻ കൃപ നൽകണമേ. പരിശുദ്ധാത്മാവേ വരണേ, വരദാനങ്ങൾ ചൊരിയണമേ, വചനം ലോകം മുഴുവനിലും ഘോഷിക്കാൻ കൃപ നൽകണമേ. അഭിഷേകം തരണേ, അഭിഷേകം തരണേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ, അഭിഷേകം തരണേ, അഭിഷേകം തരണേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ, അഭിഷേകം തരണേ, അഭിഷേകം തരണേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ, അഭിഷേകം തരണേ, അഭിഷേകം തരണേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ. കരങ്ങളടിച്ച് ശബ്ദമുയർത്തി ദൈവത്തെ ആരാധിക്കും. ഹോറേബ് മലയിൽ മുൾപടർപ്പിൽ മോശ കണ്ടതുപോ പാപികളാകും ഞങ്ങളിൽ നിന്ന് അഗ്നിയിറക്കണമേ. ഹോറേബ് മലയിൽ മുൾപടർപ്പിൽ മോശ കണ്ടതുപോ പാപികളാകും ഞങ്ങളിൽ നിന്ന് അഗ്നിയിറക്കണമേ. ശുദ്ധി ചെയ്യണമേ പരിശുദ്ധാത്മാവേ, പാപബന്ധനമെല്ലാം ഇന്ന് ചാമ്പലാക്കണമേ. ശുദ്ധി ചെയ്യണമേ പരിശുദ്ധാത്മാവേ, പാപബന്ധനമെല്ലാം ഇന്ന് ചാമ്പലാക്കണമേ. അഭിഷേകം തരണേ, അഭിഷേകം തരണേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ, അഭിഷേകം തരണേ, അഭിഷേകം തരണേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ, അഭിഷേകം തരണേ, അഭിഷേകം തരണേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ, അഭിഷേകം തരണേ, അഭിഷേകം തരണേ, പരിശുദ്ധാത്മാവേ
അഭിഷേകം തരണേ. ശക്തിയോടെ, അനുതാപത്തോടെ, ആത്മാവിന്റെ നിറവിൽ ദൈവമായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. ഗർഭഛിദ്രമോ വന്ധ്യദേശത്തുണ്ടാവുകയില്ല. ദീർഘായുസ് നൽകി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുതെന്ന് അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ട്. ആ ദൈവത്തെ, മോശയുടെ ദൈവത്തെ, അബ്രാഹത്തിന്റെ ദൈവത്തെ, ഇസ്ഹാക്കിന്റെ ദൈവത്തെ, യാക്കോബിന്റെ ദൈവത്തെ, ജോസഫിന്റെ ദൈവത്തെ, ഇസ്രായേലിന്റെ പരിശുദ്ധനെ നമുക്ക് സ്വരമുയർത്തി വലിയ ആനന്ദത്തോടെ, ആത്മീയ ആനന്ദത്തില് ദൈവമായ കർത്താവിനെ ആരാധിക്കാം. സിഹിയോൻ ശാലയിൽ അമ്മുനാഥ അഗ്നിജ്വാലയായി സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ ഞങ്ങളിൽ നിറയണമേ. സിഹിയോൻ ശാലയിൽ അമ്മുനാഥ അഗ്നിജ്വാലയായി സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ, കത്തിജ്വലിക്കണമേ. ആത്മഫലങ്ങൾ ഞങ്ങളിൽ ഇന്ന് നീ നിറയ്ക്കണമേ. 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 അഭിഷേകം തരണേ, അഭിഷേകം തരണേ. പരിശുദ്ധാത്മാവേ, അഭിഷേകം തരണേ. 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 ശുദ്ധി ചെയ്യണമേ പരിശുദ്ധാത്മാവേ. പാപബന്ധനമെല്ലാം ഇന്ന് ചാമ്പലാക്കണമേ. ശുദ്ധി ചെയ്യണമേ പരിശുദ്ധാത്മാവേ. പാപബന്ധനമെല്ലാം ചാമ്പലാക്കണമേ. ഇറങ്ങി വന്നിടണേ പാവനാത്മാവേ. പുതിയൊരു സ്നാനം നൽകിയിടണം ഈ സമൂഹത്തിൽ. ഇറങ്ങി വന്നിടണേ പാവനാത്മാവേ. പുതിയൊരു സ്നാനം നൽകിയിടണം ഈ സമൂഹത്തിൽ. സ്തുതിക്കാമോ? ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാം. അഭിഷേകം തരട്ടെ, അഭിഷേകം തരട്ടെ, അഭിഷേകം തരട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞോട്ടെ. എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോ, എല്ലാ പ്രലോഭനങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് സാത്താൻ എന്നേക്കുമായിട്ട് ദൈവമക്കളുടെ ഇടയിൽ നിന്ന് അകന്നു പോകുവാൻ കർത്താവിന്റെ കുരിശു മരണത്തിന്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടുന്ന വിശ്വാസത്തോടെ സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പസ്തോലന്മാരെ പോലെ ദൈവത്തിന്റെ സാന്നിധ്യവും ശക്തിയും നമ്മളിലേക്ക് നിറയപ്പെടുവാൻ നമുക്ക് ഹൃദയപൂർവ്വം ദൈവസന്നദ്ധയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പരിശുദ്ധ അമ്മ പഠിപ്പിച്ചതാ, പരിശുദ്ധാത്മാവിന്റെ നിറവിനായിട്ടും ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ സാന്നിധ്യം, പുത്ര സാന്നിധ്യം നമ്മളിലേക്ക് വന്ന് നിറയപ്പെടുവാനും പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ അമ്മ സഹിയോൻ ഊട്ടുശാലയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്ന അപ്പസ്തോലന്മാരെ 120 പേരോടൊപ്പം ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ആത്മീയ ശക്തി അവിടെ വ്യാപരിക്കപ്പെടുകയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഇത്രയും ജനം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹത്വം ദൈവജനത്തിലേക്ക് ആവസിക്കപ്പെടുക. മഹത്വം വരുമ്പം നമ്മൾ സാക്ഷ്യം പറയും. ദൈവത്തെ മഹത്വപ്പെടുത്തുകയും
ഇപ്പം നമ്മുടെ ജീവിതത്തിൽ അനുദിനം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ നിറയണമേ. എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. എല്ലാ വിശുദ്ധരും ആഗ്രഹിച്ചതാ. ഓരോ ദൈവത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയപ്പെടുവാൻ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത് അത് മാത്രമാണ്. ഓരോ ദൈവത്തിലും പരിശുദ്ധാത്മാവ് നിറയപ്പെടുമ്പോൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹത്വം അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ, അവരായിരിക്കുന്ന ദേശത്ത് അവിടെ ദൈവം മഹത്വം വെളിപ്പെടുകയാണ്. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അവിടെ പറയുന്നത് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 14 മുതൽ തിരുവചനം. എന്നാൽ പത്രോസ് മറ്റു 11 പേരുടെ ഒപ്പം എഴുന്നേറ്റ് വന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, യഹൂദ ജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവർ ഇത് മനസ്സിലാക്കുവാൻ എൻ്റെ വാക്ക് ശ്രദ്ധിക്കുവാൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. ഇവർ പരിശുദ്ധാത്മാവിനാൽ മത്തുപിടിച്ചവരാണെന്ന് പത്രോസ് ഉച്ചസ്വരത്തിൽ എഴുന്നേറ്റെന്ന് പറയും. ഇത് ലഹരി പാനീയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ദൈവിക ആരാധനയല്ല, ഇത് പരിശുദ്ധാത്മാവിനാൽ മത്തുപിടിച്ചുള്ള ആരാധനയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ലഹരി, ഏത് ലഹരിയാണ് വരേണ്ട? പരിശുദ്ധാത്മാവൻ ആകുന്ന ദൈവത്തിൻ്റെ ലഹരിയിൽ ദൈവമായ കർത്താവിനെ ആരാധിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുകയും. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുക. ഹൃദയം കൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് നിറയപ്പെടുകയും ദൈവ മഹത്വം നമ്മളിൽ വെളിപ്പെടുകയും ചെയ്യും. അപ്പം ബന്ധനങ്ങളാണ്. പരിശുദ്ധാത്മാവിന് ശക്തി വരുമ്പോൾ നമ്മുടെ ശരീരത്തെ ബന്ധിച്ചിരിക്കുന്ന, നമ്മുടെ മനസ്സിനെ ബന്ധിച്ചിരിക്കുന്ന, നമ്മുടെ ആത്മാവിനെ ബന്ധിച്ചിരിക്കുന്ന ചില ബന്ധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് കട്ടഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഇവരെ ആരാധിക്കുക. പെന്തക്കോസ്ത് ദിനം ആഗതമാകുന്നത് വരെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ മഹത്വം ശരീരത്തിൽ വെളിപ്പെടുന്നത് വരെ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പെന്തക്കോസ്ത് ദിനം ആഗതമായപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുങ്കാറ്റിൻ്റെ ശബ്ദത്തോടെ അവർ സമ്മേളിച്ചിരുന്ന മാളികമുറിയിലേക്ക് മുഴുവൻ ആവസിക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്, പുത്രനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവമക്കളിലേക്ക് അയക്കുമെന്ന് പിതാവായ ദൈവത്തിൻ്റെ വാഗ്ദാനം ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ. ബന്ധനങ്ങൾ അഴിയണം. അവിടെ ജെറമ്യായുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, വടക്കു നിന്നും വന്നൊരു ശത്രുവിനെ കുറിച്ചും അതിൻ്റെ സൈന്യത്തിൻ്റെ മുൻനിരയെക്കുറിച്ചും പിൻനിരയെക്കുറിച്ചും വ്യക്തമായിട്ട് അവിടെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ജെറമ്യാ പറയുക, ജനത്തോട് പറയുക, ഈ ബന്ധനം അഴിഞ്ഞു പോകണം. ഈ തടസ്സങ്ങൾ വടക്കു നിന്ന് വന്നൊരു ശത്രു, ആസ്മോസ് ദേവൂസ് എന്ന് പറഞ്ഞ് ഒരു പൈശാചിക ശക്തി സാറായുടെ കുടുംബത്തിലേക്ക് വ്യാപരിക്കപ്പെടുമ്പോൾ അവിടെ എന്താ സംഭവിച്ചേ? അവിടെ മരണം ഉണ്ടാവുകയാണ്. ഈ മരണം നീക്കിക്കളയുവാൻ വേണ്ടി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ ശാപത്തിൻ്റെ പാപത്തിൻ്റെ പൈശാചിക ബന്ധനങ്ങൾ അഴിയപ്പെടുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ സാറാ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ തോബിയാസിനെ ദൈവം ദൈവിക ജ്ഞാനത്താലും പരിശുദ്ധാത്മാവിനാലും അഭിഷേകം ചെയ്തുകൊണ്ട്, സ്വർഗ സാന്നിധ്യത്തിൽ കൊണ്ട് അഭിഷേകം ചെയ്തുകൊണ്ട് പറഞ്ഞയക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? സ്വരമുയർത്തി സ്തുതിക്കാമോ? അഭിഷേകം നിറയട്ടെ, കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. നന്നായിട്ട് പ്രാർത്ഥിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ദൈവിക ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്, ഏകനായി ആദ്യം സൃഷ്ടിക്കപ്പെട്ട ലോകപിതാവിനെ ജ്ഞാനം കാത്തു രക്ഷിച്ചു, പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു, സർവവും ഭരിക്കുവാൻ അവന് ശക്തി നൽകി. അപ്പൊ ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവം യേശു ജ്ഞാനത്തിലും പ്രായത്തിലും മാതാപിതാക്കൾക്കും ജനത്തിനും വിധേയപ്പെട്ട് അനുസരണയോടെ ദൈവസ്ഥാനത്തിൽ വ്യാപരിച്ച പുത്രനിൽ നിറഞ്ഞു നിന്ന ദൈവത്തിൻ്റെ ജ്ഞാനം. പരിശുദ്ധ അമ്മയിൽ ജ്ഞാനം നിറയുകയും യേശു വന്നു, ജ്ഞാനം നിറയപ്പെട്ടു. ദൈവിക ജ്ഞാനത്താൽ പരിശുദ്ധ അമ്മ ജ്ഞാനത്തിൻ്റെ നിറകുടമായിട്ട് മാറ്റപ്പെട്ടു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അധർമ്മിയായ ഒരുവൻ പാപത്തിൽ അവളെ ഉപേക്ഷിച്ചപ്പോൾ ക്രൂരമായി ഭ്രാതൃഹത്യ ചെയ്ത് സ്വയം നശിച്ചു. അവൻ മൂലം ഭൂമി പ്രളയത്തിൽ ആണ്ടപ്പോൾ വെറും തടികൃഷ്ണത്താൽ നീതിമാനെ നയിച്ച് ജ്ഞാനം അതിനെ വീണ്ടും രക്ഷിച്ചു. തിന്മ ചെയ്യുവാൻ ഒത്തുകൂടിയ ജനതകളെ ചിതറിച്ചപ്പോൾ ജ്ഞാനം നീതിമാനെ തിരിച്ചറിയുകയും
അവനെ ദൈവസമക്ഷം നിഷ്കളങ്കമായി കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. തൻ്റെ പുത്രവാത്സല്യത്തിൻ്റെ മുൻപിലും അവനെ കരുത്തോടെ നിർത്തി. അധർമ്മികൾ നശിപ്പിച്ചപ്പോൾ ജ്ഞാനം ഒരു നീതിമാനെ രക്ഷിച്ചു. പഞ്ചനഗരത്തിൽ പതിച്ച അഗ്നിയിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. അവരുടെ ദുഷ്ടതയുടെ തെളിവ് ഇന്നും നാം കാണാം. സദാ പുകയുയരുന്ന ശൂന്യപ്രദേശം, കനിയാകാതെ കായ്ക്കൽ വഹിക്കുന്ന വൃക്ഷങ്ങൾ, അവിശ്വാസിയുടെ സ്മാരകമായി ഉപ്പുതൂണ്. ജ്ഞാനത്തെ നിരസിച്ചതിനാൽ നന്മയെ അവർ തിരിച്ചറിഞ്ഞില്ല. മനുഷ്യവർഗത്തിനു വേണ്ടി മൗഢ്യത്തിന്റെ സ്മാരകം അവശേഷിപ്പിക്കുകയും ചെയ്തു. അവരുടെ പരാജയങ്ങളെ ശ്രദ്ധിക്കപ്പെടാതിരിക്കുകയില്ല. ജ്ഞാനം തന്നെ സേവിച്ചവരെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സേവിക്കുമ്പോൾ, ആ ദൈവത്തെ ശുശ്രൂഷിക്കുമ്പോൾ ആ ശുശ്രൂഷകനെ ദൈവത്തിന്റെ ജ്ഞാനം എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവിക ശുശ്രൂഷയിൽ ഏർപ്പെടുമ്പോൾ ദൈവത്തിന്റെ ജ്ഞാനം നമ്മളെ പൂർണ്ണമായിട്ടും സംരക്ഷിക്കുന്നു എന്ന് ദൈവത്തിന്റെ ജ്ഞാനം നമ്മളെ പഠിപ്പിക്കുക. ജ്ഞാനത്തിന്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുക. അപ്പൊ ദൈവിക ശുശ്രൂഷകനായിട്ട് വിളിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ദൈവത്താൽ സംരക്ഷിക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ഓരോ വ്യക്തികളെയും ശുശ്രൂഷകരായിട്ട് ദൈവസന്നിധിയിൽ ഉയർത്തുന്നത്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനം തന്നെ സേവിച്ചവരെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷിച്ചു. ഒരു ദുരിതം ഉണ്ടാകുമ്പോൾ, ഒരു രോഗം ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ ജ്ഞാനമാണ് ആ വ്യക്തി, ആ കുടുംബത്തെ ആ ദുരിതത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത്, വീണ്ടെടുക്കുന്നത്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സഹനം വരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? വേദന വരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? രോഗം വരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ആ ദുരിതത്തിൽ നിന്ന്, ആ ദുരന്തത്തിൽ നിന്ന്, ആ അപകടത്തിൽ നിന്ന്, ദുഷ്ടം വെച്ചിരിക്കുന്ന ഗണിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാനാണ് ദൈവം നമ്മളെ സഹനത്തിന്റെ മാർഗത്തിലൂടെ കൊണ്ടുപോയി ആ ജ്ഞാനത്തിൽ നമ്മളെ നിലനിർത്തുമ്പോൾ, ആ ജ്ഞാനം ദൈവത്തെ ആരാധിക്കുമ്പോൾ, ജ്ഞാനത്തെ സേവിക്കുമ്പോൾ, ദൈവത്തെ സേവിക്കുമ്പോൾ ആ പ്രവൃത്തി നമ്മളെ പാപത്തിന്റെ, ശാപത്തിന്റെ, പൈശാചിയുടെ അടിമത്തത്തിന്റെ ബന്ധനത്തിൽ നിന്ന് ദൈവം നമ്മളെ സ്വതന്ത്രമാക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നീതിമാൻ സഹോദരന്റെ കോപത്തിൽ നിന്ന് ഓടിയപ്പോൾ അവൾ അവനെ നേർവഴിയിലൂടെ നയിച്ച് അവന് ദൈവരാജ്യം കാണിച്ചു കൊടുക്കുകയും ദൈവദൂതന്മാരെ കുറിച്ച് അറിവ് നൽകുകയും അവന്റെ പ്രയത്നങ്ങളെ വിജയപ്രദമാക്കുകയും അധ്വാനത്തെ ഫലസമ്പുഷ്ടമാക്കുകയും ചെയ്തു. അവിടെ ദൈവിക ദൂതനെ വെളിപ്പെടുത്തി കൊടുത്തത് ദൈവത്തിന്റെ ജ്ഞാനമാണ്. അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോ അവിടെ തോബിയാസിന് ദൈവത്തിന്റെ ദൂതനെ വെളിപ്പെടുത്തി കൊടുക്കുകയും ആ ദൂതനിലൂടെ നൽകപ്പെട്ട ദൈവിക സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആ തോബിയാസ് ജീവിക്കുമ്പോൾ, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുമ്പോൾ, ആ വചനത്തിലൂടെ കടന്നു വരുന്ന തോബിയാസ് സാറായിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന സകല തിന്മകളെ പരാജയപ്പെടുത്തിയത് ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ ശുശ്രൂഷകനായി തീർന്നപ്പോഴാണ്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു തകർച്ച അത് ഇന്നുണ്ടാകുന്നതല്ല, ഒരു രോഗം ഇന്നുള്ളതല്ല. വർഷങ്ങൾക്ക് മുമ്പ് ചില പാപപ്രവർത്തികളിലൂടെ, തലമുറകൾക്ക് മുമ്പ് ചില പാപപ്രവർത്തികളിലൂടെ ദേശത്ത് വന്നിരിക്കുന്ന ചില തിന്മയുടെ സ്വാധീനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ദേശത്ത് വന്നിരിക്കുന്ന ചില തിന്മയുടെ സ്വാധീനങ്ങളായിരിക്കും, രോഗത്തിന്റെ അരുവിയായിരിക്കാം നമ്മുടെ ജീവിതത്തെ തകർത്തു കളയുന്നത്. അതിനു മുമ്പ് കർത്താവ് എന്ത് ചെയ്യും? നമ്മളെ ദൈവിക ശുശ്രൂഷകരായിട്ട് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തുകൊണ്ട് ആത്മീയ ശുശ്രൂഷ, ദൈവത്തെ സേവിക്കുമ്പോൾ ചില പൈശാചിക തിന്മയുടെ പിടികളിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന്, ചില തകർച്ചകളിൽ നിന്ന്, ചില ദുരിതങ്ങളിൽ നിന്ന്, ചില ദുരന്തങ്ങളിൽ നിന്ന്, ചില അപകടങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ അതിൽ നിന്ന് സ്വതന്ത്രമാക്കും. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ്, നമ്മൾ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ, നമ്മൾ വചനം കേൾക്കുമ്പോൾ, ദൈവമായ കർത്താവിനെ നമ്മൾ ആരാധിക്കുമ്പോൾ, ശുശ്രൂഷകരാണ് നമ്മളെല്ലാവരും. ശുശ്രൂഷിക്കാൻ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ നമ്മൾ ശുശ്രൂഷകരാണ്. ആത്മീയ ശുശ്രൂഷയിൽ വ്യാപൃതരാകുമ്പോൾ, ഞാൻ വചനം പ്രഘോഷിക്കുമ്പോൾ, അതിനുവേണ്ടി ഒരുക്കപ്പെടുമ്പോൾ നമ്മൾ ആത്മീയ ശുശ്രൂഷകനായിട്ട് മാറ്റപ്പെടുകയാണ്.
ദൈവസന്നിധിയിൽ നിന്ന് അടയിരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ദൈവജനത്തിന് കൊടുക്കുവാനുള്ള ആത്മീയമായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവെ വെളിപ്പെടുത്തി തരണം, യേശുവെ വെളിപ്പെടുത്തി തരണമേ, അത് പ്രഘോഷിക്കുവാൻ യേശുവെ ശക്തി തരണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് ചില പൈശാചിക ബന്ധനത്തിൽ നിന്ന് അവിടെ നമ്മളെ സ്വതന്ത്രമാക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചില നമ്മൾ ആത്മീയ ശുശ്രൂഷയിലൊക്കെ ഭയങ്കര ചില തകർച്ചകൾ വരും, ചില കടബാധ്യതകൾ, ചില രോഗങ്ങൾ, ചില പ്രതിസന്ധികൾ. അവിടെയൊന്നും നമ്മൾ പതറാതെ, ദൈവത്തെ കൈവിടാതെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക ദൗത്യങ്ങൾ, ദൈവിക കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരാകുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുകയാണ്. പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുന്നത്, ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. അനന്യാസിനെ ദൈവം നിയോഗിക്കുന്നുണ്ട്. സാവൂളിൻ്റെ ശിരസിൽ ചെന്ന് കൈവച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ആരെ നിയോഗിക്കുക? ദൈവത്തിൻ്റെ ജ്ഞാനം. പറയുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട്, അവന് ഇന്ന കുഴപ്പങ്ങളുള്ള വ്യക്തിയാണ്, നിന്ന കുഴപ്പം ബലഹീനതയില്ലാത്ത ആരുമില്ല. പക്ഷെ ദൈവത്തിൻ്റെ ഒരിടപെടലിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പൊ സാവൂള് പ്രാർത്ഥിച്ചുകൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ടു പോയി, വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിൽക്കുകയാ, തനിക്കുണ്ടായിരുന്ന കാഴ്ച നഷ്ടപ്പെട്ടു പോയി, എന്തോ വന്ന് അടഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഭവനത്തിലായിരിക്കുമ്പോൾ, ഒരു ഭവനത്തിലായിരിക്കുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവമായ കർത്താവ് അവിടെ ഒരു പ്രവാചകനെ കർത്താവ് അഭിഷേകം ചെയ്യുക. അനന്യാസെ, നീ എഴുന്നേറ്റ് പോയി സാവൂളിന്റെ ശിരസിൽ നീ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞയക്കുമ്പോൾ അവിടെ ഒരു ഒഴിവൊഴിവുണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ പോകാനായിട്ട് ചില കാര്യങ്ങൾ അവിടെ തടസ്സമായിട്ട് ദൈവത്തോട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ജ്ഞാനത്തോട് പറയുന്നുണ്ട്, എനിക്ക് മടിയാണ്, അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൻ പ്രത്യേക രീതിയിലുള്ള സ്വഭാവക്കാരനാണ്, അധികാരപത്രം മേടിച്ചു വെച്ചിട്ടുണ്ട്, ഒത്തിരിയേറെ അതിൽ നിന്ന് ഒഴിവാകാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ദൈവമായ കർത്താവ് ദൈവത്തിൻ്റെ ജ്ഞാനം അവനെ അഭിഷേകം ചെയ്തുകൊണ്ട് ആ സാവൂളിന്റെ ഭവനത്തിലേക്ക്, അവൻ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ ആ സ്ഥലത്ത് ചെന്ന് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ പ്രതിസന്ധി, അവൻ്റെ പ്രശ്നം, അവൻ്റെ ജീവിതത്തിലും ദൈവത്തെ കാണാനുള്ള തടസ്സം നീക്കപ്പെടുകയും അവിടെ ദൈവ സാന്നിധ്യം വെളിപ്പെടുകയും ചെയ്തു. കരമേർത്ത് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആവശ്യപ്പെടും, പോകാൻ ആവശ്യപ്പെടും. നമ്മളോട് ചെയ്യാൻ പറയും, അത് ഇന്ന പോലെ ചെയ്യാൻ പറയും, അല്ലെ വിളിച്ചു വരുത്താൻ പറയും, അല്ലെ ഇന്ന കാര്യം. ഒരു ചേച്ചിയോട് ചോദിച്ചാൽ ബ്രദർ വന്ന് പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ അവിടെ എൻ്റെ ഭർത്താവിന് സൗഖ്യം കിട്ടും, വിശ്വാസമൊക്കെ ഓക്കെ, പക്ഷെ ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നില്ല, പോയി ചെയ്യാൻ പറയുന്നില്ല. ആ പോയി ചെയ്യാൻ ചിലർ വിളിച്ചിട്ട് പറയും, എൻ്റെ ഭാര്യയോടൊന്ന് സംസാരിക്കാവോ എന്ന് ചോദിക്കും. പലപ്പോഴും സംസാരിക്കത്തില്ല. കാരണം അതിൻ്റെ അടിസ്ഥാന കാരണം ദൈവത്തിൻ്റെ ജ്ഞാനമല്ല, ഒരു വ്യക്തിയുടെ ബുദ്ധിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ ജ്ഞാനം പ്രവർത്തിക്കുമ്പോൾ അവിടെ വിടുതലുണ്ടാവും, സൗഖ്യം ഉണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും. അപ്പം നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ശക്തിക്ക് വേണ്ടി, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ നമുക്ക് ലഭിക്കപ്പെടാൻ വേണ്ടി, ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മ ഏതാ പഠിപ്പിച്ച്? സഹീനോട്ടശാലയിൽ പ്രാർത്ഥനാനിരതരായ അപ്പസ്തോലന്മാരെ പഠിപ്പിച്ചത് പരിശുദ്ധ അമ്മ ഇതാ. ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി നിറയപ്പെടുവാൻ പ്രാർത്ഥിച്ചപ്പോഴാണ് കൊടുങ്കാറ്റിൻ്റെ ശബ്ദത്തോടെ. അത് എപ്പോഴാണ്? ഒരു ദിവസമല്ല. നമ്മൾ രോഗിയായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധനാവസ്ഥയിലായിരിക്കുമ്പോൾ, നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പം നമുക്കറിയാം യോന പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ യോന മത്സ്യത്തിനുള്ളിൽ ഉദരത്തിൽ പോവുക, ദൈവത്തിൻ്റെ പദ്ധതികളെ തകിടം മറിച്ചുകൊണ്ട്. കുറച്ച് വേദനയ്ക്കുള്ളിലാണ് പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ ജീവിത പങ്കാളിക്ക് നട്ടിലിന് അല്ലെങ്കിൽ ആ ഉള്ളിൽ എന്തോ ഒരു വേദനയാണ്, വലിയ വേദനയോടെ കടന്നു പോകുന്നത്. അപ്പം ശുശ്രൂഷയിലേക്ക് വരുന്ന കാലഘട്ടമോ, അപ്പം ആ സമയത്ത് കൊടിയ വേദനയിൽ വന്ന് ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ വേദനകളെ ദൈവം സുഖപ്പെടുത്തി. കാരണം ആ ദൈവത്തിൻ്റെ ജ്ഞാനമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ വേദന നമ്മളെ തടസ്സപ്പെടുത്തും, വരാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്ന വേദനയാണ്. ആ വേദനയെ അതിജീവിച്ചുകൊണ്ട് ചിലപ്പോൾ ദേവാലയത്തിൽ വരുമ്പോൾ വേദന കൂടിയിട്ട് ചിലപ്പോൾ ദേവാലയത്തിൽ കടന്നുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആരാധന നിമിഷങ്ങളിൽ കടന്നുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി കിടത്തിപ്പം ദൈവത്തിൻ്റെ ജ്ഞാനം ആ ഓപ്പറേഷന് വിധേയമാക്കാതെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ്. അപ്പം അത് ഓപ്പറേഷൻ്റെ ആവശ്യമില്ല, കർത്താവ് സുഖപ്പെടുത്തും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്.
അപ്പൊ ദൈവസന്നിധിയില് വേദനയുടെ മധ്യത്തില് അല്ല, എല്ലാം മാറിയിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നീ രോഗിയായിരിക്കുമ്പോൾ, സങ്കീർത്തന പുസ്തകം പറഞ്ഞ്, നീ രോഗിയായിരിക്കുമ്പോൾ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ രോഗിയുടെ രോദനം എന്ന് പറഞ്ഞ് സങ്കീർത്തന പുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ദാവീദ് പറയുന്നുണ്ട്, നമ്മുടെ രോഗങ്ങളിലോ, നമ്മുടെ വീഴ്ചകളിലോ, നമ്മുടെ തകർച്ചകളിലോ, ഇല്ലായ്മകളിലോ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പെന്തക്കോസ്ത് അനുഭവം നമ്മുടെ ജീവിതത്തില് ഉറപ്പാണ്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമുക്ക് നടക്കാൻ മേലെങ്കിൽ ഒരു അമ്മച്ചി പറഞ്ഞതുപോലെ, ഒരു അമ്മച്ചി പറയാ, സന്തോഷം കൊണ്ട് അമ്മച്ചി പറയാ, ബ്രദറെ, ഞാൻ ബ്രദർ തുടങ്ങിയ കാലഘട്ടം തൊട്ട് വരുന്ന ആളാണ്. എൻ്റെ ജീവിതത്തില് നിരവധിയായ സംഭവങ്ങളാണ്. മദ്യപാനി മക്കൾ മദ്യം കഴിക്കും, കലഹം ഉണ്ടാക്കും, ജീവിത പങ്കാളി ദേവാലയത്തിലേക്ക് വിടത്തില്ല. ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ട് ആ സഹോദരി ഈ ആലയത്തിൽ വന്ന് ഈ ശുശ്രൂഷയിൽ വർഷങ്ങളായിട്ട് പങ്കെടുത്തപ്പോ ദൈവത്തിന്റെ മഹത്വം ആ ജീവിതത്തിൽ വെളിപ്പെട്ടു എന്ന സഹോദരി പറയും. എനിക്ക് നട്ടലിന് അതിശക്തമായ വേദനയായിരുന്നു, വരാൻ പറ്റത്തില്ല, ദേവാലയത്തിൽ വരാൻ. വന്നാലും അമ്മച്ചി സ്കൂട്ടറിന്റെ പുറകെ കയറുന്നു, മകനോട് പറയും കൊണ്ടുപോകാൻ പറയുന്നത് ദേവാലയത്തിലേക്ക്. ഈ കർത്താവിന്റെ ആലയത്തിൽ വന്ന് ദൈവത്തിന്റെ ജ്ഞാനം അവളെ സുഖപ്പെടുത്തി. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ബ്രദറെ, നല്ല വേദനയാ, ഡോക്ടർമാര് കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ബുക്ക് ചെയ്തിരിക്കുക, എനിക്ക് തന്നിരിക്കുന്നത് 2-3 മാസം കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ, വലിയ കുഴപ്പമൊന്നുമില്ല, അത് 2-3 മാസം കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സഹോദരി പ്രാർത്ഥിക്ക്, ഓപ്പറേഷൻ പെട്ടെന്നാകാൻ വേണ്ടി. കർത്താവ് സുഖപ്പെടുത്തും, കർത്താവിന്റെ സൗഖ്യം അവിടെ വ്യാപരിക്കപ്പെടും. അപ്പൊ ഓപ്പറേഷനിലൂടെ സൗഖ്യം കിട്ടുന്നത്, ആത്മ വെളിപ്പെടുത്തുന്നത് ഓപ്പറേഷനിലൂടെയാണ്. അതിനൊരുങ്ങി, ഹൃദയം ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സഹോദരി കർത്താവിന്റെ ആലയത്തില് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോ ഒരു ദിവസം ഭയങ്കര വേദന വരുവാ. ഈ വേദനയോട് എന്നെ വിളിച്ച് ബ്രദറെ പ്രാർത്ഥിക്കാൻ, സഹിക്കാൻ മേലാത്ത വേദന. ഞാൻ പറഞ്ഞ, സഹോദരി, ഒരു ആംബുലൻസ് വിളിച്ച് പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് വരാൻ പറഞ്ഞു. ഇവിടെ പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് പെട്ടെന്ന് സുഖപ്പെട്ട് ഇന്ന് ഈ പരിശുദ്ധമായ ആലയത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിപ്പുണ്ട്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ഇടപെടല് പെട്ടെന്നാണ്. അപ്പൊ നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. പെന്തക്കോസ്ത് ദിനം ആഗതമാകുന്നത് വരെ, സൗഖ്യം കിട്ടുന്നത് വരെ. നമുക്ക് എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുക, ചിലതൊക്കെ കിട്ടിയില്ലെങ്കിൽ പരാതി പറഞ്ഞ് പരിഭവം പറഞ്ഞ് പോകുന്നവരായിരിക്കും നമ്മൾ ഓരോരുത്തർ. എന്നെല്ലാം കിട്ടിയാലും നമ്മൾ നിൽക്കത്തില്ല, ദൈവസന്നിധിയിൽ വിട്ടുപോകും. തളർവാദ രോഗിയെ സുഖപ്പെടുത്തി ഈശോ അറിഞ്ഞില്ലോ. പക്ഷെ പിന്നീട് അവൻ പോയത് ദേവാലയത്തിലാണ്. ദേവാലയത്തിൽ വെച്ച് അവൻ ദൈവത്തെ മുഖാമുഖം കണ്ടു. ഒരുവന് സൗഖ്യം കിട്ടുന്നത് എന്തിനു വേണ്ടിയാ? യേശുവിനെ മുഖാമുഖം കാണുവാനായിട്ടാണ്. അപ്പൊ എൻ്റെ നിങ്ങളുടെ ജീവിതത്തില് പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും രോഗങ്ങളുടെയും തകർച്ചകളുടെയും വഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ വഴിമധ്യത്തിൽ വെച്ച് യേശു നമ്മളെ സുഖപ്പെടുത്തും. ആ യേശുവിനെ നമ്മൾ തിരിച്ചറിയുന്നത് ദേവാലയത്തിൽ വെച്ചായിരിക്കുമെന്ന് ദൈവത്തിന്റെ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ജ്ഞാനം ഈ അപ്പസ്തോലന്മാരെ, ശിഷ്യന്മാരെ കൊണ്ടുപോയത് സിഹിയോൻ ഊട്ടുശാലയിലാണ്, വേറെ സ്ഥലത്തോട്ടൊന്നും അല്ല. ജെറൂസലേം വിട്ട് നിങ്ങൾ പോകരുതെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. ഉന്നതത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നത് വരെ, ഉന്നതത്തിൽ നിന്ന് സൗഖ്യം ലഭിക്കപ്പെടുന്നത് വരെ, ഉന്നതത്തിൽ നിന്ന് സമാധാനം ലഭിക്കപ്പെടുന്നത് വരെ നിങ്ങൾ ദേവാലയം വിട്ട് പോകരുതെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടോ? എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും മേല, അതുപോലെ പനിയാ, ശരീരവേദന, പനി, തൊണ്ടയ്ക്ക് അസ്വസ്ഥത, മൊത്തം പ്രശ്നമാണ്. ഞാൻ ഒരിക്കലും ഇന്നോളം ശുശ്രൂഷ ചെയ്യാതിരുന്നിട്ടില്ല. ഞാൻ ഈ അൾത്താരയിൽ കയറി നിൽക്കുമ്പോൾ സർവശക്തനായ ദൈവം ആ രോഗത്തിന്റെ മേല എനിക്ക് സൗഖ്യം നൽകിക്കൊണ്ട് എന്നെ ശുശ്രൂഷ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗം വരുമ്പോഴാണ് ശുശ്രൂഷിക്കേണ്ടത്. ദൈവത്തിന്റെ ജ്ഞാനം, ആ ദൈവത്തെ ശുശ്രൂഷിക്കുമ്പോൾ ആ ദൈവം നമ്മളിലേക്ക് വരിക. നമുക്ക് ശ്രദ്ധിക്കാം, വചനം ശ്രദ്ധിക്കാം. ഈ ആത്മാവിന്റെ അഭിഷേകം ലഭിച്ചപ്പെട്ടവൾ പത്രോസ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഇത് ലഹരിയൊന്നുമല്ല. ഇവര് യഹൂദ ജനം എന്താ പറഞ്ഞേ? പരിസരം എന്താ പറഞ്ഞേ? അവര് പറഞ്ഞു, ഇവര് പുതുവീഞ്ഞ് കുടിച്ച് മത്ത് പിടിച്ചവരാണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, പത്രോസ് പറഞ്ഞു, ഇത് ദൈവത്തിന്റെ ലഹരിയാണ്, ഇത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്, ഇത് ദൈവത്തിന്റെ ശക്തിയാണ്.
മാത്രമല്ല ജോയേൽ പ്രവാചകനിലൂടെ അരുളി ചെയ്ത ദൈവത്തിന്റെ വചനമാണ് അപ്പസ്തോലന്മാരുടെ മേൽ വന്ന് നിൽക്കുന്നത്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാര്യസാധ്യ അല്ല, രോഗശാന്തി അല്ല വേണ്ടത്. ദൈവത്തെ ശുശ്രൂഷിക്കുന്നവരായിട്ട് മാറ്റപ്പെടുന്നവരായിട്ട് നമ്മൾ മാറണം. അല്ലെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പോകും. കാര്യം നടന്ന് എനിക്കൊരു കാര്യമുണ്ട്, വലിയൊരു കാര്യം. എൻ്റെ മകന് ഓസ്ട്രേലിയ പോകണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് അമേരിക്കയിൽ പോകണം. അതാണ് എൻ്റെ ആഗ്രഹം. ഇതൊന്നും നടക്കത്തില്ലെന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എൻ്റെ മകനെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി. ഞാൻ ചോദിച്ചു വേണമെങ്കിൽ എനിക്ക് എൻ്റെ മകനെ അമേരിക്കയ്ക്ക് വിടാം. എൻ്റെ ബുദ്ധിക്ക് അനുസരിച്ച് അവനെ വേണം അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്കൊക്കെ വിടാം. അവിടെയൊക്കെ ബന്ധത്തിലുള്ളവരുണ്ട്, സ്വന്തക്കാരുണ്ട്, അപ്പൻ്റെ സഹോദരങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ വിടാം. പക്ഷെ അതൊന്നുമല്ല ഞാൻ അറിയേണ്ടത്. എൻ്റെ മകനെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയുമ്പോൾ ആ ദൈവത്തിൻ്റെ പദ്ധതിയുടെ വഴിയിലൂടെ പോകുമ്പോഴാണ് അവൻ അനുഗ്രഹിക്കപ്പെടുന്നത്, അവൾ അനുഗ്രഹിക്കപ്പെടുന്നത്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് രമ്യ എന്ന് പറഞ്ഞ ഒരു ശുശ്രൂഷക ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം വരുന്നത് അവൾക്ക് പരീക്ഷയിൽ വിജയം കിട്ടുന്നില്ല, നേഴ്സിംഗ് എക്സാമിൽ ഒരു വിഷയത്തിൽ വിജയം കിട്ടുന്നില്ല. കാരണം ഇവള് ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിൻ്റെ വഴിയുടെ പദ്ധതിയിലൂടെ കടന്നു പോകണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അങ്ങനെ കുട്ടിയുടെ ഒന്ന് പ്രാർത്ഥിക്കാൻ വന്നു. അവൾ ഒരു വിഷയത്തെ പാസ്സാകത്തില്ല, 1 മാർക്കോ അല്ലെങ്കിൽ 2 മാർക്കോ ഒക്കെ നഷ്ടപ്പെട്ട് ആ നേഴ്സിംഗ് പരീക്ഷ പരാജയപ്പെടുക. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ഇവിടെ നിന്ന് നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുകയും നീ ധ്യാന ശുശ്രൂഷയിൽ നീ സഹായിക്കാനായിട്ട് കടന്നു വരികയും നീ ദൈവസന്നിധിയിൽ ആയിരിക്കാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ജ്ഞാനം ഇവളോട് സംസാരിച്ചു. ഇവൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ശുശ്രൂഷകയായിട്ട് അവൾ വന്ന് ഇവിടെ പങ്കുചേർന്നുകൊണ്ടിരുന്ന ഓരോ ധ്യാനത്തിന് സഹായിക്കാനായിട്ട് വരും. ഇങ്ങനെ പരീക്ഷയിൽ അവർക്ക് കർത്താവ് ഉന്നത വിജയം കൊടുത്തു. അതിനുശേഷം ഇവൾക്ക് പല ഹോസ്പിറ്റലുകളിൽ പോകും. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല, കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു പോരും. അതിനകത്തെല്ലാം കർത്താവ് ഉന്നതമായ ഒരു അഭിഷേകം കൊടുത്ത് കർത്താവ് ഇവിടെ ഓരോ സ്ഥലത്തും അനുഗ്രഹിച്ചു. അതിനുശേഷം ഇവർ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് ഇവർ UK പോകാനായിട്ട് കുറേ കൂട്ടുകാരെല്ലാം കൂടി ഒരു പദ്ധതി തയ്യാറാക്കി. അത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല. പ്രിയപ്പെട്ടവർ അതിനുവേണ്ടി പൈസ 8 ലക്ഷം രൂപയോ ഏതാണ്ടെല്ലാം കൊടുത്ത് വിദേശ പോകാമെന്നുള്ള ധാരണയിൽ മാസങ്ങൾ കടന്നുപോയപ്പോൾ പ്രിയപ്പെട്ടവരെ വഴി തുറക്കപ്പെട്ടത് വേറൊരു വഴിക്കാണ്. അയർലൻഡിൽ പോകാനായിട്ട് കർത്താവ് ഒരു വഴി തുറന്നപ്പോൾ അപ്പുറത്തെ ക്യാൻസൽ ചെയ്ത് ഇപ്പുറത്ത് കൊടുത്തപ്പോൾ അത് അനുഗ്രഹമായിട്ട് മാറുക. അപ്പോൾ അവൾ ഇവിടുന്ന് പോവുക. ആ സമയത്ത് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ചൊവ്വാഴ്ച അവൾ പോകുന്നത്, ബുധനാഴ്ച അവിടെ ചെന്നു, വ്യാഴാഴ്ച ജോലി പ്രവേശിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷൊക്കെ അതവളുമായിട്ട് സംസാരിക്കാൻ എനിക്ക് മനസ്സിലാകുന്നില്ല ബ്രദർ, എന്നത് ശുശ്രൂഷയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മനസ്സിലാക്കാനായിട്ട്. അതാരെ മനസ്സിലാക്കുന്ന ആരാ? പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ട അവിടെ നിന്ന് പോകുമ്പോൾ അവൾക്കൊരു ആകുലത, എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നേ, 3 ഫ്ലൈറ്റ് കയറി വേണം പോകാനായിട്ട്. അപ്പം എനിക്ക് മുൻ പരിചയമില്ല, ആരും എന്നെ സഹായിക്കാനില്ല എന്നുള്ള ഒരാകുലത പിശാച് ഇവളുടെ ഉള്ളിൽ കൊടുക്കുക. അപ്പോൾ ഇവൾ ഛർദ്ദിക്കുക, ഇവൾക്ക് അസ്വസ്ഥത ഉണ്ടാവുക. അപ്പോൾ ഈ സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇവളിങ്ങനെ ഒരു മുറി കയറി കിടക്കുക, എഴുന്നേക്കുന്നില്ല, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവൾ എന്നെ വിളിച്ചു, ഫോണിലൂടെ പ്രാർത്ഥിച്ചു, അവൾ സൗഖ്യം പ്രാപിച്ചു. അതിനുശേഷം പോകാനുള്ള എല്ലാ കാര്യങ്ങളെല്ലാം റെഡിയാക്കി. ഇവള് പോകുമ്പോൾ നെടുമ്പാശ്ശേരിയിൽ വെച്ച് ഇവളെ അവിടെ ഇവളുടെ കൂട്ടത്തിൽ ഒരു സഹോദരി കൂട്ടുകൂടി. അങ്ങനെ ആ സഹോദരിയിലൂടെ ഒരു രാജ്യത്ത് ചെന്നു. ആ രാജ്യം കഴിഞ്ഞപ്പോൾ അവൾ ആ രാജ്യത്തോട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ ആരുമില്ല. പെട്ടെന്ന് വേറൊരു ദൂതനെ കർത്താവ് കൊടുത്തു. ആ ദൂതനിലൂടെ മറ്റൊരു രാജ്യത്ത് ചെന്നു. ആ രാജ്യം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വേറൊരുവളെ കർത്താവ് തയ്യാറാക്കി. ആ ദൂതനിലൂടെ അവൾ സ്വന്തം ദേശത്ത്, അവളെ ദൈവം നിയോഗിച്ചിരിക്കുന്ന ദേശത്ത് എത്തിച്ച് അവൾ ജോലി പ്രവേശിച്ചു. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യും, അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ്. നമ്മളിങ്ങനെ ബുദ്ധിപരമായിട്ടുള്ള പരിപാടി നടത്തുന്നത്, ചുമ്മാ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ദൈവം കൊണ്ടുപോകേണ്ടിടത്ത്, നമ്മളെ ദേശത്ത് ഉയർത്തേണ്ടതിടത്ത് കർത്താവ് ഉയർത്തിയിരിക്കുന്ന ഉറപ്പാ. ഈ പരിശുദ്ധ അമ്മ പഠിപ്പിച്ചതാ, നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾ പരിശുദ്ധാത്മാവ് പ്രേരണ കൊടുത്തതാ, അപ്പസ്തോലന്മാർക്ക് പ്രേരണ കൊടുത്തതാ, നിങ്ങൾ സഹിയോൻ മാളിക മുറിയിലേക്ക് പോകുക. നിങ്ങൾ ഈ സ്വർഗത്തിലേക്ക് പോയവനെ നോക്കി നിൽക്കണ്ട, നിങ്ങൾ വരുന്ന പ്രാർത്ഥിക്കാന് പരിശുദ്ധാത്മാവ് പ്രേരണ കൊടുത്തേ. 2 ദൂതന്മാര് അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം, വചനം കേൾക്കാം, സ്വരമേർന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സ്തുതിക്കാം, നന്നായിട്ട് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 1:10 അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോ വെള്ള വസ്ത്രം ധരിച്ച് 2 പേർ അവിടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, അല്ലയോ ഗലീലയരേ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ തിരിച്ചു വരും. പൈസ പറഞ്ഞു എന്താ? നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുവിൻ. പൈസ വരുന്ന ഇതിലൂടെയാ, പരിശുദ്ധ കുർബാനയിലൂടെ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ആലയമാണ് സിഹിയോൻ ഊട്ടുശാല. പരിശുദ്ധ കുർബാന യേശു പരികർമ്മം ചെയ്ത ആ സിഹിയോൻ മാളിക മുറിയിലേക്ക് ദൈവത്തിന്റെ ജ്ഞാനം ഇവരെ എത്തിക്കുക. അവിടെ ചെല്ലുമ്പോൾ ആരുണ്ട്? പരിശുദ്ധ അമ്മയുണ്ട്. 120ഓളം പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയാ പ്രാർത്ഥിച്ചേ? ഒരേ മനസ്സോടെ നടക്കൂ. നിങ്ങളൊന്ന് ചിന്തിച്ച്, ഈ പള്ളിയിലിരിക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിനെയും ദൈവത്തിൻ്റെ മഹത്വത്തെയും ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിചാരിച്ചത് നടക്കത്തില്ല. ആര് വിചാരിക്കണം? സ്വർഗം വിചാരിക്കണം, നമ്മളും വിചാരിക്കണം, നമ്മൾ ആഗ്രഹിക്കണം. അപ്പൊ സ്വർഗം അതിനുള്ള പദ്ധതികൾ ഒരുക്കി തരും. അപ്പൊ ഒരുമിച്ച് പ്രാർത്ഥി, ദൈവമേ, ഞങ്ങളുടെ ഇന്ന് ഒറ്റ ആവശ്യമുള്ളൂ, പരിശുദ്ധാത്മാവ് നിറയപ്പെടുകയും അത്യുന്നതനായ ദൈവത്തിന്റെ മഹത്വം നമ്മളിലേക്ക് കടന്നു വരികയും ചെയ്ത് 2 കാര്യമുള്ളൂ. അതിന് ഒറ്റ കാര്യം പറഞ്ഞിരിക്കുന്നത് ഏക മനസ്സോടെ പ്രാർത്ഥിക്കുവാൻ, ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് പ്രേരണ തരുക. ബന്ധനം അഴിഞ്ഞു പോകണം. ഒരുമിച്ചുള്ള പ്രാർത്ഥനയിൽ കെട്ടഴിഞ്ഞു പോകും, ബന്ധനങ്ങൾ അഴിയും, തടസ്സങ്ങൾ നീങ്ങിപ്പോകും. ഒരു പെൺകുട്ടി പറഞ്ഞതുപോലെ വിസയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ രാത്രിയിൽ ഇവിടെ സ്വപ്നത്തിലൂടെ ഒരു കാര്യം കാണുകയാണ്. ഇവിടെ ഒരു സ്ത്രീ രൂപം ഇവിടെ എങ്ങോട്ടോട്ട് കൊണ്ടുപോവാ. അപ്പൊ ഇവക്കറിയത് പോകുന്ന അബദ്ധത്തിലേക്ക്, അപകടത്തിലേക്ക് അത് തിരിച്ചറിയുന്നുണ്ട്. ഇവള് കൈയൊക്കെ ഉതറിച്ച് പോരാൻ ശ്രമിക്കുമ്പോ ഈ സ്ത്രീ ഇവളെ കയ്യെ പിടിച്ചിരിക്കുക. ആ കൈ വിട്ട് അവൾ ഉതറിച്ച് ആ പിടിയിൽ നിന്ന് അവൾ സ്വതന്ത്രയായിട്ട് തിരിച്ചു വരുന്നപ്പോ അവൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞ് അവളോട് ആത്മാവ് പ്രേരണ കൊടുക്കുക, നീ ഫോൺ എടുത്ത് നോക്കാൻ പറഞ്ഞു. അവൾക്ക് മെയിൽ വന്നിട്ടുണ്ട്, ആ മെയിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ആ മെയിൽ ചെക്ക് ചെയ്യപ്പോൾ വിസയും ഇതെല്ലാം ടിക്കറ്റും എല്ലാം റെഡി ആയിട്ടുണ്ടെന്നുള്ള മെസ്സേജ് കിട്ടുക. ഇവിടെ ആരാ കൊണ്ടിരുന്നേ? ഏതോ അന്ധകാര ശക്തിയുടെ പിടിയിൽ നിന്ന് അവൾ സ്വതന്ത്രമായിട്ട് തിരിച്ചു വരുക. ഒരു പെൺകുട്ടി വളരെ സങ്കടത്തോടെ എന്ന് വിളിച്ചു പറഞ്ഞ്, ബ്രദറെ പ്രാർത്ഥിച്ചു, ഇവക്ക് പോയാ മതി, പോകുവല്ല വേണ്ടേ, കെട്ടഴിഞ്ഞു പോകണം, തടസ്സങ്ങൾ നീങ്ങിപ്പോകണം, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ശക്തിയാൽ നിനക്ക് മുമ്പേ ഞാൻ പോകുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. മലകൾ നിരപ്പാക്കും, പിസ്സലവാത് ഒടിക്കും, ഇരുമ്പോടാമ്പലുകളെ തകർക്കും, നിന്നെ പേര് ചൊല്ലി വിളിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഞാനാണോ നീ അറിയേണ്ടതിന് അന്ധകാരത്തെ നിധിയും രഹസ്യ ധനശകരമൊക്കെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. പക്ഷെ ഞാൻ പോകണം നിനക്ക് മുമ്പ്. ഇപ്പൊ ഞാൻ പോകാന്ന് പറയുവാ. അങ്ങനെയല്ല, ദൈവമേ നീ എനിക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കി, പിസ്സലവാതിൽ ഒടിച്ച്, ഇരുമ്പോടാമ്പലുകളെ തകർത്ത്, ഇതിനെ പേര് ചൊല്ലി വിളിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അന്ധകാരത്തെ നിധിയും രഹസ്യ ധനശകരോ നിനക്ക് വെളിപ്പെടുത്തി തരുന്നതുവരെ നീ പ്രാർത്ഥനയിലോ മുഴുകുക. കരമേർത്ത് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവള് പോയി ഇവിടുന്ന് പ്രാർത്ഥിച്ചു, പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു. എനിക്ക് പോയില്ലെങ്കിൽ ഒരു ചെറുക്കനുമായിട്ട് പ്രേമിച്ചിരിക്കുക, അതുകൊണ്ട് അവനുമായിട്ട് വിവാഹം നടക്കണമെങ്കിൽ ഞാൻ പോയേ പറ്റത്തുള്ളൂ. ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കാവോ? കയറി പോട്ടെന്ന് പറഞ്ഞ് പോയി. അവിടെ ചെന്ന് ഇവള് പരീക്ഷ പാസ്സായില്ല. ഏകദേശം 1 വർഷത്തോളം നിന്ന് ഒന്നുമില്ലാത്ത ഉടുതുണി പോലും ഇല്ലാതെ തിരിച്ചു മടങ്ങി വന്നു. പക്ഷെ കടം മേടിച്ചു പോയി, കടമെല്ലാം വീട്ടിൽ കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല. പക്ഷെ വീട്ടിൽ വരാൻ നാണക്കേട്, നാട്ടിൽ വരാൻ നാണക്കേട്. ഇവിടെ വേറെ എവിടെയോ ഹൈദരാബാദിലോ എവിടെയും കൊണ്ട് ഒരു ഹോസ്പിറ്റലിൻ്റെ അടുത്ത് പോയി ഒരു റൂം എടുത്ത് അവിടെ താമസിക്കുക. അവിടെ കിട്ടുമെന്ന് ഓർത്തുണ്ട് ആ ഹോസ്പിറ്റലിൽ. പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ കിട്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ 1 മാസത്തോളം നിന്ന് ഉണ്ടായിരുന്ന പൈസ ഇവിടെ തീർന്നു കഴിഞ്ഞപ്പോൾ സ്വന്തം ദേശത്ത് വന്നു. ഇന്ന് എന്നെ വിളിച്ചിട്ട് രാവിലെ പറഞ്ഞു, ബ്രദറെ പ്രാർത്ഥിക്കണം അടുത്ത സ്ഥലത്ത് പോകാനായിട്ട്. ഇങ്ങനെ പോയിട്ടൊരു കാര്യമില്ല. പ്രാർത്ഥിച്ച് നമ്മൾ പെട്ടെന്ന് പോയി പരീക്ഷ എഴുതി എങ്ങനെയില്ല ഒന്നും നടക്കത്തില്ല. നിനക്ക് മുമ്പേ ഞാൻ പോകും. ഇവിടെ സംഭവിക്കുന്നതാ. ഇവിടെ ഏക മനസ്സോടെ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മ പ്രേരണ കൊടുക്കുക. അമ്മ പറഞ്ഞു, മകളെ നിങ്ങളെല്ലാവരും ഒരേ മനസ്സോടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പെന്തക്കോസ്തായുടെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും.
പത്രോസ് പറയും, ഇതൊന്നുമല്ല, ലഹരിയല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ ദൈവത്തിന്റെ വാഗ്ദാനമാണ്. പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മ ലഹരിയിലാണ് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽ ജനങ്ങളെ ഈ വാക്ക് കേൾക്കുവിൻ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ദൈവം നസ്രായനായ യേശു താൻ അവൻ വഴി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങൾ കൊണ്ടും തൻ്റെ അത്ഭുത കൃത്യങ്ങളും അടയാളങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തന്നു. അവൻ ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അധർമ്മികളുടെ കൈകളാൽ അവൻ നിങ്ങളെ കുരിശിൽ തറച്ചു കൊന്നു. എന്നാൽ ദൈവം അവനെ മൃത്യുപാശത്തിൽ നിന്ന് വിമുക്തമാക്കി ഉയർപ്പിച്ചു. കാരണം അവൻ മരണത്തിന്റെ വിടയിൽ കഴിയുക അസാധ്യമായിരുന്നു. ദാവീദ് അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ ദർശിച്ചിരിക്കുന്നു. ഇവിടെ ഇതാ കിട്ടേണ്ടത് നമുക്ക്, കർത്താവിനെ കൺമുമ്പിൽ എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുക. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിലൂടെ സംഭവിക്കുന്നത്, കർത്താവ് എൻ്റെ കൺമുമ്പിലുണ്ട് എന്നുള്ള വിശ്വാസം എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഉടലെടുക്കുമ്പോൾ ദൈവം തന്നെ വെളിപ്പെടുത്തും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ വ്യക്തമാക്കും, തന്നെ കർത്താവ് വെളിപ്പെടുത്തുക. വിശ്വാസത്തിലൂടെയാണ് ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത്. ഇപ്പൊ ദാവീദ് പറയുകയാ, എൻ്റെ അടുത്തുണ്ട് എൻ്റെ ദൈവം, എൻ്റെ കൺമുമ്പിൽ എൻ്റെ ദൈവമുണ്ട്. നമ്മുടെ കൺമുമ്പിൽ എവിടെയാണുള്ളത്? നമ്മുടെ കൺമുമ്പിൽ UK ആയിരിക്കുന്നത്, നമ്മുടെ കൺമുമ്പിൽ മറ്റു കാര്യങ്ങളായിരിക്കുന്നത്. ദൈവം ഇല്ല, ദൈവത്തെ കാണുന്നില്ല, ദൈവത്തെ കൺമുമ്പിൽ കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നഗ്നമായ സത്യം. എവിടെയെങ്കിലും പോകാനായിട്ടുള്ള പരിശ്രമം. എത്ര കുടുംബങ്ങളാണ് ഇന്ന് കടബാധ്യത കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാരണം വിദേശത്ത് പോയതാ. മക്കളെ വിട്ട രക്ഷ യേശു ക്രിസ്തുവിലൂടെയാണ്. അമേരിക്ക രക്ഷയില്ല. ഇവിടെ വലിയ കാട്ടുതീയില് വലിയ സമ്പന്ന കുടുംബങ്ങളുടെ ആസ്തികളാണ് കത്തിച്ചാമ്പലായത്. ദൈവം ഉണ്ടെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. അഗ്നികുണ്ഡത്തിലേക്ക് 3 ബാലന്മാരെ വലിച്ചെറിയുമ്പോ അവരുടെ മുമ്പിൽ അവർ കണ്ടത് ദൈവത്തെയാണ്, ജ്ഞാനത്തെയാണ്, ഈ രക്ഷകനായ യേശുവിനെയാണ്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ജ്ഞാനത്താൽ നിറയപ്പെടുവാൻ ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? ഈശോയെ കൺമുമ്പിൽ കാണുക. എന്നാൽ ദൈവം തന്റെ മൃത്യുപാശത്തിൽ നിന്ന് വിമുക്തമാക്കി ഉയർപ്പിച്ചു. കാരണം അവൻ മരണത്തിന്റെ പിടിയിൽ കഴിയുക അസാധ്യമാണ്. നമ്മൾ മരണത്തിന്റെ പിടിയിലാണ്, ചില ബന്ധനത്തിലാണ്, ചില തകർച്ചകളിലാണ്. ഈ തകർച്ചയിൽ നിന്നുകൊണ്ട് നമ്മൾ ചില പദ്ധതികൾ വിഭാവനം ചെയ്യുമ്പോൾ ആ പദ്ധതികളൊന്നും നമ്മളിൽ ഫലം ചൂടുന്നില്ല എന്നാണ് സുവിശേഷം നമ്മോട് പറയുന്നത്. നമ്മൾ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുക, ദൈവിക പദ്ധതികളോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആ പദ്ധതികളിലൂടെ നമുക്ക് ദൈവത്തിന്റെ മഹത്വം ദർശിക്കാനായിട്ട് സാധിക്കും. നേർച്ച കാഴ്ചകളോട്ട് ഓടുക, കൃപാസനത്തിലേക്ക് ഓടുക. കാര്യം കൂടുതൽ സാധിക്കുന്ന സ്ഥലം. തോൽക്കുടം പുതിയതല്ല എങ്കിൽ പുതുവീഞ്ഞ് പൊട്ടി ആ തോൽക്കുടം ഭേദിച്ച് പഴയ തോൽക്കുടത്തിലേക്ക് പുതുവീഞ്ഞ് നിറച്ചു വെച്ചാൽ തോൽക്കുടം ഭേദിക്കപ്പെടുമ്പോ തോൽക്കുടം പോകും, പുതുവീഞ്ഞും നഷ്ടമാകും. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓട്ടോ എവിടെയാ കിട്ടുന്നേ? ഈശോയെ കാണാനല്ല ഓടുന്നേ. കിട്ടുന്ന എവിടെയാ? അപ്പനെ കാണാനല്ല, അപ്പന്റെ സമ്പാദ്യം അന്വേഷിച്ച് പോകുന്നവരാണ് ഏറെയും. അപ്പനെ വേണ്ട ആർക്കും, ദൈവത്തെ വേണ്ട, ദൈവാനുഗ്രഹം മതി. ഈ ദൈവത്തെ വേണ്ടാതെ ദൈവാനുഗ്രഹം നമ്മളിൽ ഒരിക്കലും നിലനിൽക്കുന്നില്ല. ദാവീദ് പറഞ്ഞു, ഞാൻ കണ്ടു ദൈവത്തെ, ഞാൻ മുഖാമുഖം എൻ്റെ കൺമുമ്പിൽ ഞാൻ ദൈവത്തെ കണ്ടു. എൻ്റെ ഹൃദയം സന്തോഷിച്ചു. എപ്പോഴാ? ദൈവത്തെ കാണാതെ ഒരുവനിലും സന്തോഷം നിലനിൽക്കുന്നില്ല. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമുക്കൊരു അനുഗ്രഹം കിട്ടിയാൽ എത്ര സമയം കിട്ടും? കുറച്ച് സമയത്തേക്കേ ഉള്ളൂ നമുക്ക് സന്തോഷമുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ സന്തോഷം പോവുക.
ഇവിടുന്ന് വിദേശത്ത് പോയി കഴിയുമ്പോൾ അടുത്ത പ്രശ്നം നമ്മൾ നേരിടുക. ഒരു സംഭവം, ഒരു കൊച്ച് UK ഒരു കൊച്ചിന് എങ്ങനെ അതിൻ്റെ ശരീരത്തിലെ ഒടിവുണ്ടായെന്ന് അറിയത്തില്ല. അതിൻ്റെ കൈകളിലെ 3 ഒരു ചെറുവിരലിലോ അതുപോലെ തന്നെ കയ്യിലെ എവിടെയൊക്കെയോ 3 ബോണിന് 3 സ്ക്രാച്ച് വീണിട്ടുണ്ട്, അല്ലെങ്കിൽ പൊട്ടൽ വീണിട്ടുണ്ട്. അപ്പം ആ പൊട്ടല് ഇതിൻ്റെ കൈ നീര് വെച്ച്, ഇത് കരയുന്നൊന്നുമില്ല. ഒരു 9 മാസം 8 മാസം കൊണ്ട് പ്രായമുള്ള കൊച്ചാ. ഇതിനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഈ പൊട്ടലുകളൊക്കെ പല പ്രാവശ്യമായിട്ട് ആയിട്ട് കാണുകയാണ്. പല പ്രാവശ്യം ഉണ്ടായതാ. ഇതെങ്ങനെ സംഭവിച്ചെന്ന് മാതാപിതാക്കൾക്ക് അറിയത്തില്ല. അത് വലിയ കേസായിട്ട് നിൽക്കുക. ഇവിടെ ഒരു ഭയത്തിൽ നിൽക്കുക. നമുക്ക് കരങ്ങൾ ഉയർത്തി ആ കുടുംബത്തെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ ആ സാന്നിധ്യവും ശക്തിയും അവിടെ വെളിപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വരമുയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിദേശത്ത് അവിടുത്തെ UK നിയമം അനുസരിച്ച് ഈ കുഞ്ഞുങ്ങളെ അവർ വേറെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. മാതാപിതാക്കൾക്ക് ഈ കുഞ്ഞുങ്ങളെ തിരിച്ചു കിട്ടണമെങ്കിൽ ഏകദേശം 18 വയസ്സാകണം. അതുവരെ ഇതുങ്ങളെ കാണാൻ നമുക്ക് അവരെ ശുശ്രൂഷിക്കാൻ നമുക്ക് സാധ്യമല്ല. നിങ്ങൾ ഓർത്ത് എത്ര വലിയ അവസ്ഥയിലേക്ക് കടന്നു വന്ന് പോകാനായിട്ട് ആഗ്രഹിച്ച് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നീടുണ്ടാകുന്ന അനുഭവം എപ്പോഴും നമുക്ക് യേശുവിനെ, ദൈവത്തെ കൺമുമ്പിൽ കണ്ടാൽ, ദൈവത്തോടൊപ്പം നിന്നാൽ, ദൈവത്തെ കണ്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ യാതൊരു തല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകില്ല. കാരണം പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവിടെ ആരുണ്ട്? യേശു ഉണ്ട്. ആ പ്രതിസന്ധിയിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദ് അവനെക്കുറിച്ച് പറഞ്ഞു, ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ ദർശിച്ചിരിക്കുന്നു, ഞാൻ പതറിപ്പോകാതിരിക്കുവാൻ അവിടുന്ന് എൻ്റെ വലതുവശത്തുണ്ട്. ഞാൻ ഞാൻ പതറിപ്പോകാതിരിക്കുവാൻ അവൻ എൻ്റെ വലതുവശത്ത് ഉപവിഷ്ടനാണ്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 ബാലന്മാരെ ഒന്നൊന്നായിട്ട് അഗ്നികുണ്ഡത്തിലേക്ക് എറിയുമ്പോ അവിടെ 4മതൊരുവൻ മുൻപേ പോയി ആ പ്രതിസന്ധിയിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് അവർക്ക് മുമ്പേ പോയ ഒരു ദൈവമുണ്ടെന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അപ്പൊ ദൈവത്തെ കൺമുമ്പിൽ കാണുമ്പോ അവിടെ പറയുക, ദാവീദ് പറയുക, എൻ്റെ ഹൃദയം സന്തോഷിച്ചു. വേറെ എന്നാ കണ്ടാൽ, എന്നോരോ സമ്പത്തുണ്ടായാലും സന്തോഷം നമ്മളിൽ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ വലതുവശത്ത് അവൻ ഉപവിഷ്ടനായിരിക്കുന്നു എന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാകണമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുക. ഈശോ ഉണ്ട് കൂടെ. കാര്യസാധ്യത്തിനായിട്ടുള്ള പ്രാർത്ഥനയല്ല. പ്രതിസന്ധി ഉണ്ടാകും. ഒരു പയ്യൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു വിവാഹ ആലോചന വരുക. വലിയ പ്രായമൊന്നുമില്ല, എനിക്കൊന്ന് 24, 21, 24 വയസ്സും കണ്ടേ ഉള്ളൂ. അവൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ അവിടെ പല സ്ഥലത്തും ഇവനെ അറിയിച്ചു, അല്ലെങ്കിൽ ബ്രോക്കർമാരൊക്കെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ അയലൊക്കത്തുള്ള ആരെങ്കിലും ഈ കല്യാണം മുടക്കി വിടും. പറയും മടുത്തു എന്ന് പറയാം. ശത്രു എവിടെയുണ്ടോ? പാളയത്തിനുള്ളിലുണ്ടോ? നിന്റെ ശത്രു എവിടെയുണ്ടോ? നിന്റെ ഭക്ഷണമേശയ്ക്കടുത്ത് നിന്നെ നശിപ്പിക്കുവാനുള്ള ശത്രു നിന്റെ ഭക്ഷണമേശയ്ക്കുള്ളിലുണ്ട്, അടുത്തുണ്ടോ? നീ ശമ്പളം കൊടുക്കുന്ന, നീ വേതനം കൊടുക്കുന്ന ചില വ്യക്തികള് നിനക്കെതിരെ നിന്റെ അടുത്തുണ്ട്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യൂദാസ് എവിടെ ഇരുന്നു? ഈശോയുടെ ഭക്ഷണമേശയില്, ഈശോയുടെ കാശ് സമ്പത്ത്, അവരുടെ സാമ്പത്തിക ഇടപാടുകൾ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ശത്രു എവിടെയുണ്ട്? അവന്റെ യേശുവിന്റെ ഭക്ഷണമേശയോട് ചേർന്നിരിപ്പുണ്ടോ? ഇതിനെ പരാജയപ്പെടുത്തണ്ടേ? ഈ ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ യേശു എൻ്റെ വലതുവശത്ത് ഉപവിഷ്ടനാണ്. എന്നാൽ എൻ്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല. അവിടുത്തെ പരിശുദ്ധം ജീർണിക്കുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ജീവന്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തരുന്നു. തൻ്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും. എനിക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ ഇവിടെ ആരുണ്ടാണ്? അവിടുത്തെ സാന്നിധ്യത്താൽ അല്ലാതെ എന്നിൽ സന്തോഷം കുടികൊള്ളുന്നില്ല. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെ മക്കൾ വിദേശ, അല്ലെ മക്കൾ വിവാഹം നടന്നു, ഇതൊന്നും അല്ല. അവിടെയൊന്നും സന്തോഷമില്ല.
അവിടെ സന്തോഷം ഇവിടെ ഉണ്ടാകുന്നത് അവിടുത്തെ സാന്നിധ്യത്തിന്റെ ശക്തിയാലാണ് ഞാനും നിങ്ങളും സന്തോഷഭരിതരാകുന്നതെന്ന് അപ്പസ്തോല പ്രവർത്തനത്തിലൂടെ പത്രോസ് ആത്മാവിൽ നിറഞ്ഞ് യേശുവിനെ കണ്ടുകൊണ്ട് ജ്ഞാനത്തിന്റെ നിറകുടമായ പരിശുദ്ധി അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചപ്പോ ദൈവിക ജ്ഞാനം നിറയപ്പെട്ടപ്പോ സകലതും അവിടെ വെളിപ്പെട്ടു. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരി ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് നിങ്ങളോട് ഞാൻ വ്യക്തമായി പറഞ്ഞുകൊള്ളട്ടെ. അവൻ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തു. അവന്റെ ശവകുടീരം ഇന്നും നമ്മുടെ ഇടയിലൂടെ ഉണ്ടല്ലോ. അവൻ പ്രവാചകനായിരുന്നു. തൻ്റെ അന്തരംഗങ്ങളിൽ ഒരാളെ തൻ്റെ സിംഹാസനത്തിൽ ഉപേക്ഷനാക്കുമെന്ന് ദൈവം അവനോട് ചെയ്ത ശപഥം അവൻ അറിയുകയും ചെയ്തു. അതുകൊണ്ടാണ് അവൻ പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടില്ല, അവൻ്റെ ശരീരം ജീർണിക്കുവാൻ ഇടയായുമില്ല എന്ന് ക്രിസ്തുവിനെ പുനരുത്ഥാനത്തെ കുറിച്ച് മുൻകൂട്ടി ദർശിച്ചുകൊണ്ട് അവൻ പറഞ്ഞത്. യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് ദൈവത്തിന്റെ ജ്ഞാനം യേശു ആർക്ക് വെളിപ്പെടുത്തി? ദാവീദിന് വെളിപ്പെടുത്തി കൊടുത്തു എന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഉത്ഥാനത്തിന്റെ ദൈവിക സാന്നിധ്യത്തെ തൊട്ടറിഞ്ഞ് അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് സമാധാനം അവന് കുടികൊള്ളും, സന്തോഷം അവനിൽ നിറഞ്ഞു നിൽക്കുമെന്ന് അപ്പസ്തോല പ്രവർത്തനം നമ്മളെ പഠിപ്പിക്കുന്നു. ഈശോയെ കാണാൻ നമുക്ക് അമേരിക്ക കാണാനല്ല, UK കാണാനല്ല, അവിടെ ഒന്നും പോയിട്ടൊരു സ്വസ്ഥതയില്ല. ഇവിടുന്ന് ഒത്തിരി ആളുകളെ പ്രാർത്ഥിച്ചു കയറ്റി വിട്ടിട്ടുണ്ട്. ഈശോ കൊണ്ടുപോയവരുണ്ട്, പ്രാർത്ഥിച്ച് കയറ്റി വിട്ടവരുണ്ട്. പ്രാർത്ഥിച്ച് കയറ്റിയിട്ടവർക്കൊന്നും സമാധാനം ഒന്നും കണ്ടില്ല. പ്രാർത്ഥിച്ച് കയറിപ്പോയി ദൈവം കൊണ്ടുപോയവരുണ്ട്, അവർക്ക് വലിയ സമൃദ്ധി കൊടുക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. ദൈവം കൊണ്ടുപോകും, ദൈവത്തെ കണ്ടു, അങ്ങനെയുള്ള ദൈവം കൊണ്ടുപോകും. ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ പോയവരൊക്കെ പെട്ടുപോയി. നമ്മളില്ലേ എടത്തുവായിലുള്ള ചേട്ടൻ ബുദ്ധിയിലൊന്നുമല്ല, ഒന്നുമില്ല, കൊണ്ടുപോകാനായിട്ട് കാശില്ല, മുടക്കാൻ കാശില്ല. ആരൊക്കെയോ മുടക്കി ഏതൊക്കെയോ വഴിയിലൂടെ അവിടെ ചെന്ന് 8ാം ക്ലാസ്സുകാരന് ദൈവത്തിന്റെ ജ്ഞാനം ഉന്നതമായൊരു സിംഹാസനത്തിൽ അവനെ ഇരുത്തിയപ്പോഴാ അവന് മനസ്സിലായത് ദൈവത്തിന്റെ ജ്ഞാനമാണ് ഈ ഉന്നതമായ സിംഹാസനത്തിൽ 8ാം ക്ലാസ് വരെ പഠിച്ച് എന്നെ ഉയർത്തിയിരിക്കുന്നെന്ന് തിരിച്ചറിഞ്ഞപ്പോ അവനിൽ നിന്ന് ആത്മാവ് നദി പോലെ പ്രവഹിച്ചു എന്ന് കാണിച്ചു തരുന്നു. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനറിയാം, നമ്മൾ തിരിച്ചറിയാം, എന്നെ കൊണ്ടുവന്ന ദൈവം, അല്ലാതെ അവർ കൊണ്ടുപോയി ഇവർ പോകാം അവിടെ ചെന്ന് നരകോ. ഒരു പെൺകുട്ടി പറഞ്ഞിട്ട് ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കാവോ, എന്ത് നേർച്ച കാഴ്ച കൊടുക്കാം, ഞാൻ എന്നെ ഒന്ന് കയറ്റി വിടാവോ, ഒന്ന് പ്രാർത്ഥിക്കാവോ എന്നൊക്കെ ചോദിച്ചു. ഒരു തരത്തിൽ കയറിപ്പോയി. പോയത് ഇസ്രായേലിലാ. ചെന്നിറങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ മിസൈലുകളുടെ വലിയ പ്രവാഹമാ. കിട്ടിയ ജോലിയുടെ അടുത്ത് ബങ്കർ ഇല്ല, ഒളിച്ചിരിക്കാൻ സ്ഥലമില്ല. ഒരു സ്റ്റെയർ കേസിന്റെ കീഴെ പോകുമ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ ഇതെല്ലാം കൊണ്ട് ഇടിഞ്ഞു വീണാൽ ഈ സ്റ്റെയർ കേസിന്റെ അടിയിൽ ഞാൻ ഒന്നും അല്ലാതായിത്തീരും, ഇല്ലാതായിത്തീരും. ഇത്രേ ഉള്ളൂ. കരയുവാ, പെട്ടുപോയെന്ന് പറഞ്ഞു. വരുമോ വലിയ കേൾക്കാം, ഇങ്ങനെ സ്വരം കേൾക്കാം, നമ്മൾ വിളിക്കുമ്പോൾ ഫോണിൽ കൂടെ കേൾക്കാം. മിസൈലിന്റെ എരമ്പല് വ്യക്തമായിട്ട് കേൾക്കാം. പോയതാ, അപ്പൻ്റെ കാശ് മേടിച്ച് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കി അവിടെ ചെന്ന് ഞാൻ നിലവിളി ഇട്ട് കളിയാ. കാരണം കൊണ്ടുപോയ ജ്ഞാനമല്ല, ദൈവമല്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരു സമാധാനം കിട്ടാനായിട്ട് പോവാന്ന് പറഞ്ഞു. എവിടെ പോവാ? എവിടെയാ പോകുന്നത്? പ്രാർത്ഥിച്ച് പോയതാ. പോക്കുന്ന ഒരു പോകാ പോകുന്നത്. എന്നിട്ട് പോകുന്ന എന്നോട് പറഞ്ഞു, അവിടെ ഒരു ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അവിടെയുള്ള ഒരു കൊച്ചിൻ്റെ ബർത്ത്ഡേ അത് ഘോഷിക്കാൻ പോവാ. ബിയർ അടിച്ച് ഫിറ്റായിട്ട് അവിടെ കടന്നു. പിറ്റേ ദിവസം അന്ന് ആ ദിവസം കൊണ്ടുപോയത് അത് പരിശുദ്ധാത്മാവാണോ പിശാചാണോ? ദൈവത്തിൻ്റെ ഇത് മുഖാമുഖം കാണണം. ഈശോയെ കാണും. ദൈവം കൊണ്ടുപോകണം. ദൈവം കൊണ്ടുപോയ ഒത്തിരി ആളുകളുണ്ട്. ബുദ്ധിയിലും കഴിവിലും സമ്പത്തിലും ആശ്രയിച്ചു പോയവര് വീടില്ല, കടക്കാൻ ഇടയില്ല, എത്ര കിട്ടിയാലും തികയത്തില്ല, ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്നവരുണ്ട്. ദൈവത്തെ കാണണം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ദൈവസന്നിധിയിൽ. ഈശോ ഒന്ന് കാണാൻ ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ട് ആ സമാധാനത്തിൽ നിലനിൽക്കാൻ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങളൊന്ന് ഉയർത്തി സ്വർഗീയ പിതാവിനെ നമുക്ക് സ്വരമുയർത്തി സ്തുതിച്ച് ആരാധിക്കാം. പിതാവ് അയച്ച പുത്രനെ സ്വരമുയർത്തി ആരാധിക്കാം. പിതാവ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ സ്വരമുയർത്തി നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. സ്വരമുയർത്തി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെടുകയും
പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്ത അവൻ ഈ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു. ഇതാണ് നിങ്ങൾ ഇപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ദാവീദ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തില്ല, എങ്കിലും അവൻ പറഞ്ഞു, കർത്താവ് എന്റെ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോള് നീ എന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുക. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തിക്കേ, ഇത് ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കുക, രണ്ട് കരം തോള് ഉയർന്ന് കരങ്ങൾ ഉയർത്തി എളിമപ്പെട്ട് കർത്താവിന്റെ സന്നദ്ധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കുടുംബത്തിൽ നിന്ന് ബന്ധനങ്ങള് ഈ ദൈവത്തിന്റെ ശക്തിയാല് അടിച്ചു മാറ്റാൻ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്വന്തമായിട്ട് സ്തുതിക്കാമോ? അഭിഷേകം തരട്ടെ. കർത്താവ് എന്റെ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോള് നീ എന്റെ വലതു ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുക. അതിനാൽ നിങ്ങൾ കുരിശു തറച്ച യേശുവിനെ ദൈവവും കർത്താവ് ക്രിസ്തുവുമാക്കി ഉയർത്തിയെന്ന് ഇസ്രായേൽ ജനം മുഴുവൻ വ്യക്തമായിട്ട് അറിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. പാപബന്ധനങ്ങൾ, രോഗബന്ധനങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ, അന്ധകാരത്തിന്റെ ബന്ധനങ്ങൾ, അശുദ്ധിയുടെ ബന്ധനങ്ങൾ, ശരീരത്തിലെ കടന്നുകൊണ്ടിരിക്കുന്ന സകല രോഗത്തിന്റെ ബന്ധനങ്ങൾ, കുടുംബത്തിൽ നിന്ന് കടന്നു നിൽക്കുന്ന ചില പൈശാചിക ബന്ധനങ്ങൾ, തലമുറ കടന്നു വരുന്ന ചില പൈശാചിക അന്ധകാര ബന്ധനങ്ങൾ, തലമുറ കടന്നു വരുന്ന ചില ആസക്തിയുടെ അരൂപികള് നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, മദ്യം, മയക്കുമരുന്ന്, ജഡിക ആസക്തിയുടെ അരൂപികള് നമ്മുടെ കുടുംബത്തിൽ, ദേശത്തു നിന്ന് തലമുറ കടന്നു വരുന്ന അന്ധകാരത്തിന്റെ പിടിയിൽ നിന്ന് യേശുവേ ഉദ്ധിതനായവനെ ഞങ്ങളെ സ്വതന്ത്രമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തലമുറ കടന്നു വരുന്ന ചില രോഗത്തിന്റെ പിടികളിൽ നിന്ന്, ക്യാൻസറുകളുടെ മാരക രോഗങ്ങളിൽ നിന്ന്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, അന്ധകാര ശക്തികളിൽ നിന്ന്, തലമുറ കടന്നു വരുന്ന ദാരിദ്ര്യത്തിന്റെ, കടബാധ്യതയുടെ, രോഗങ്ങളുടെ, തകർച്ചയുടെ, അരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തോട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. അത്ഭുത ശക്തി ഇപ്പോൾ യേശുനാമത്തിൽ വെളിപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാം. അഭിഷേകം നിറയട്ടെ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റപ്പസ്തോലന്മാരോട് ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങള് നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വന്തമായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. കെട്ടട്ടെ, യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ശരീരത്തെ ബന്ധിച്ചിരിക്കുന്ന സകല പൈശാചിക ബന്ധനങ്ങൾ, മനസ്സിനെ, ആത്മാവിനെ, ജീവനെ ബന്ധിച്ചിരിക്കുന്ന സകല പൈശാചിക രോഗ തകർച്ചയുടെ അരൂപികള്, പ്രവർത്തനങ്ങൾ ശരീരത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തില് ബന്ധിച്ച് ബഹിഷ്കരിച്ചിരിക്കുന്നു. കരമുയർത്തി ഒറ്റ വിളി ഈശോയേന്ന് വിളിക്കുന്നു. സ്വരമുയർത്തി ഈശോയേന്ന് വിളിക്കുന്നു. സർവശക്തനായ ദൈവത്തെ വിളിക്കുന്നു. സർവശക്തിയോടെ വിളിക്കുന്നു. നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ സമ്പത്ത്, ദൈവം ദാനമായി തന്നിരിക്കുന്ന സമ്പത്ത് നിലനിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയെ, നിലനിൽപ്പിൻ്റെ വരം നൽകി, ആത്മീയമായ നിലനിൽപ്പിൻ്റെ വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അപ്പോൾ നമ്മുടെ സാമ്പത്തിക മേഖലയിൽ കർത്താവ് നിലനിൽപ്പ് നൽകി അനുഗ്രഹിക്കുക. ആത്മീയമായിട്ടുള്ള നിലനിൽപ്പ് ഉണ്ടാകട്ടെ. കരഹൃദയത്തോട് ചേർത്ത് വെക്കാം. നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന രോഗത്തിൻ്റെ അവസ്ഥകൾ, മദ്യപാനം പോലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ അടിമത്തത്തെ കഴിയുന്നവർ, പാപത്തിൻ്റെ അടിമത്തത്തെ കഴിയുന്നവർ, അഹങ്കാരം, അസൂയ, സ്വാർത്ഥത, ഭിന്നത, വിഭാഗിചിന്ത, വിദ്വേഷം, അന്ധവിശ്വാസങ്ങൾ, ഇവയുടെ അടിമത്തത്തിൽ കഴിയുന്ന മക്കൾ, ഹൃദയ കാഠിന്യത്തിൽ കഴിയുന്നവർ, അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈശോയെ ദൈവത്തെ അറിയാതെ, ദൈവവചനം അറിയാതെ, ദൈവത്തിൻ്റെ വഴികളും ദൈവത്തിൻ്റെ മാർഗവും ദൈവഹിതവും തിരിച്ചറിയാതെ, സ്വന്തം ബുദ്ധിയുടെ തലങ്ങളിലൂടെ ശരീരത്തിൻ്റെ പ്രവണതയ്ക്കനുസരിച്ച് കർത്താവെ ജീവിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ മക്കളെയും
നിന്റെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നവര്, കുഞ്ഞുങ്ങളുണ്ടാകാൻ ആഗ്രഹിക്കുന്നവര്, ജോലി മേഖലയിലേക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവര്, സാമ്പത്തിക ഉയർച്ചയില്ലാത്തവര്, കടബാധ്യതയിൽ മുങ്ങിക്കഴിയുന്നവര്, ഇവരെല്ലാം നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, രോഗത്തിന്റെ മാരക രോഗങ്ങളുടെ അടിമത്തത്തിലേക്ക് കടന്നുപോയിരിക്കുന്നവര്, അവരെല്ലാം ഓർത്തുകൊണ്ട് ഈശോയെ കുടുംബത്തില് സാമ്പത്തികമായ മാന്ദ്യത്തിലൂടെ അല്ലെ സാമ്പത്തികമായ തകർച്ചയിലൂടെ കടന്നുപോകുന്ന ഓരോ കുടുംബങ്ങളെയും, കടബാധ്യതയിൽ അകപ്പെട്ടിരിക്കുന്നവരെ, രോഗാവസ്ഥയിൽ കഴിയുന്നവരെ, ഒന്ന് തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിയുന്നവരെ, അവരെല്ലാം ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സമയം തൊട്ട് ഗാഗുൽത്ത വരെ ഈശോ ഏറ്റെടുത്തത് മാനവകുലത്തിന്റെ പാപമാണ്, ശാപമാണ്, പൈശാചികമായ ബന്ധനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവൻ കുരിശിൽ മരിച്ച് അവൻ സംസ്കരിക്കപ്പെട്ട് ആ യേശു ഉയർത്തെഴുന്നേറ്റ് ആ ദൈവത്തിന്റെ ജ്ഞാനം ഇന്നും നമ്മോടൊപ്പം ആ ജ്ഞാനം വസിക്കുന്നു. കരങ്ങൾ ഉയർത്തിയ വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ചേ. നിങ്ങളുടെ ഏതെല്ലാം മേഖലയില് വിടുതൽ ആഗ്രഹിക്കുന്നു, സൗഖ്യം ആഗ്രഹിക്കുന്നു, സമാധാനം ഏതെല്ലാം മേഖലയില് നിങ്ങൾ ആഗ്രഹിക്കുന്നു, സ്വസ്ഥത ഏതെല്ലാം മേഖലയിൽ ആഗ്രഹിക്കുന്നു, ആ മേഖലയെല്ലാം സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന ശത്രുക്കളെ അവിടുത്തെ പാദപീഠമാക്കുവോളോ അവിടുന്ന് ഞങ്ങളുടെ വലതുഭാഗത്ത് ഭൂഷണാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കാമോ? അത്യുന്നതനായ ദൈവത്തെ വിളിക്കാമോ? നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാം. നമുക്ക് ദൈവാരാധനയിലേക്ക് പ്രവേശിക്കാം. കാഴ്ച സമർപ്പിച്ചവര് മുട്ടുമേലാകും. എന്റെ ദൈവത്താൽ നിശ്ചയമാനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. എന്റെ ദൈവത്താൽ നിശ്ചയമാനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എന്റെ ദൈവത്താൽ നിശ്ചയമാനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. എന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. എന്റെ ദൈവത്താൽ നിശ്ചയമാനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. തിരുവോസ്വരൂപനായ സുനാഥൻ പരിശുദ്ധ കുർബാനയായി അപ്പത്തിൻ്റെ സാദൃശ്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കടന്നു വരികയാണ്. അലിഞ്ഞു ചേരുവാൻ, ജീവിതത്തോട് അലിഞ്ഞു ചേരുവാൻ, ജീവിതത്തിലെ ശരീരത്തോട് ഒന്നായിത്തീരുവാൻ യേശു പരിശുദ്ധ കുർബാനയായി അപ്പത്തിൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ ജനത്തിലേക്ക് കടന്നു വരികയാണ്. ദൈവത്തിൻ്റെ ജ്ഞാനം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ സ്വരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കാമോ? അത്യുന്നതനായ ദൈവത്തെ വിളിക്കാമോ?
ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ദൈവമേ, നിൻ കൈകൾ എൻ കണ്ണീ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ സ്വരമുയർത്തി യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ദൈവമേ, തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. പരിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് നോക്കാം. ജീവനുള്ള ദൈവം, ജീവിക്കുന്ന ദൈവം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 14 മുതലുള്ള തിരുവചനം. തിരുനാൾ പകുതിയായപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി. ഒന്നും പഠിപ്പിച്ചിട്ടില്ലാതിരിക്കെ അവനെ ഇത്ര അറിവ് എവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞ് യഹൂദർ വിസ്മയിച്ചു. യേശു പറഞ്ഞു, എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല, എന്നെ അയച്ചവൻ്റെ അത്രേ. പിതാവായ ദൈവം തിരുവചനങ്ങളിലൂടെ നമ്മളോട് സംസാരിച്ചു. ദൈവത്തിൻ്റെ ജ്ഞാനത്താലും അവിടുത്തെ പരിശുദ്ധാത്മാവിനാലും നിറയപ്പെടുമ്പോൾ യേശുവിൻ്റെ അധരങ്ങളിലൂടെ പ്രഘോഷിക്കപ്പെട്ടതുപോലെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ അധരങ്ങളിലൂടെ പ്രഘോഷിക്കപ്പെടുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 14-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. യേശു പറഞ്ഞു, എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല, എന്നെ അയച്ചവൻ്റെ അത്രേ. അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ മനസ്സുള്ളവൻ ഈ പ്രബോധനം ദൈവത്തിനുള്ളതോ അതോ ഞാൻ സ്വയം നൽകുന്നതോ എന്ന് മനസ്സിലാക്കും. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും പ്രായത്തിലും മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ച യേശുനാഥൻ, മാതാപിതാക്കളെ അനുസരിച്ച് ജീവിച്ച യേശുനാഥൻ,
പ്രിയപ്പെട്ടവരെ, ഇന്ന് ജനം കടന്നു പോകുന്നത്, മക്കൾ കടന്നു പോകുന്നത് കൂട്ടുകാരുടെ ആഗ്രഹങ്ങൾക്ക്, അവരുടെ വാക്കുകൾക്ക് വില കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. ഇന്ന് കുടുംബങ്ങളിൽ മാതാപിതാക്കൾക്ക് വിലയില്ല. കാരണം കൂട്ടുകാരെന്താണ് പറയുന്നത്, അത് തെറ്റോ ശരിയോ എന്ന് തിരിച്ചറിയാതെ അബദ്ധ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജീവിതം പരാജയത്തിലേക്ക് കടന്നു പോകുകയാണ്. ജ്ഞാനം നഷ്ടപ്പെട്ട ഒരു ജനത, ആത്മാവിനെ ആഗ്രഹിക്കാത്ത ഒരു ജനത ഇന്ന് രൂപം കൊണ്ടു ഇരിക്കുകയാണ്. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളിലോ ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും നിറയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കൂട്ടുകെട്ടുകളിൽ നിന്ന്, കൂട്ടുകാർ കൊടുക്കുന്ന അബദ്ധ പ്രബോധനങ്ങളിൽ നിന്ന്, തെറ്റായ വഴികളിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങള് സ്വതന്ത്രരാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന്റെ ജ്ഞാനം മാതാപിതാക്കൾക്ക് വിധേയമായി ജീവിക്കുവാൻ ദൈവത്തിന്റെ ജ്ഞാനം മക്കൾക്ക് പ്രേരണ നൽകുന്നു എന്നാണ് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ജ്ഞാനത്തിലും പ്രായത്തിലും മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ടാണ് യേശു ജീവിച്ചിരുന്നതെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവിനെ പോലെ ആയിത്തീരുവാൻ, യേശുവിനെ അനുഗമിക്കുവാൻ, മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നിറഞ്ഞ് ആ ദൈവികമായ ആ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൃപ കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കൂട്ടുകെട്ടുകളിൽ നിന്നും, അബദ്ധ സഞ്ചാരങ്ങളിൽ നിന്നും, അബദ്ധമായ പ്രബോധനങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തോട് സ്വരമേർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമേർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച അഭിഷേകം നിറയപ്പെടട്ടെ, ശക്തി വ്യാപരിക്കപ്പെടട്ടെ. കർത്താവിന്റെ മാർഗങ്ങളിലൂടെ, ദൈവത്തിന്റെ വഴിയിലൂടെ ദൈവത്തിന്റെ ജ്ഞാനം നമ്മുടെ കുഞ്ഞുങ്ങളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് തടസ്സമായിരിക്കുന്ന പൈശാചിക ബന്ധനങ്ങള്, രോഗത്തിന്റെ ബന്ധനങ്ങള്, തകർച്ചയുടെ ബന്ധനങ്ങള്, കുടുംബജീവിതത്തിന്റെ പരാജയത്തിന്റെ കാരണമായിരിക്കുന്ന അന്ധകാരത്തിന്റെ ബന്ധനങ്ങള് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നസ്രായനെ വിളിച്ചുകൊണ്ട്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ വിളിച്ചുകൊണ്ട് ഉത്ഥാനത്തിന്റെ ദൈവിക ശക്തി നമ്മുടെ കുഞ്ഞുങ്ങളിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഈശോയെന്ന് വിളിച്ച് മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൃപ കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ വിളിക്കുന്നു. ഈശോയെന്ന് വിളിച്ച് കണ്ണുനീരോട് വിളിച്ച് അഭിഷേകത്തോടെ വിളിച്ച് ആരാധിക്കുന്നു. എഴുന്നേറ്റ് നിന്ന് കരമടിച്ച് പാടാം. യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. കണ്ണുനീരോടെ ജ്ഞാനത്തിലും പ്രായത്തിലും മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചതുപോലെ തലമുറകളോ അനുസരണയുള്ള മക്കളോ വിധേയത്വത്തിൽ നിൽക്കുന്ന മക്കളോ ആയിത്തീരുവാൻ ദൈവത്തിന്റെ ജ്ഞാനത്തെയും അവിടുത്തെ പരിശുദ്ധാത്മാവിനെയും ഞങ്ങളുടെ മക്കളിലേക്കും
അയക്കുന്നില്ല എങ്കിലോ ഞങ്ങളും ഞങ്ങളുടെ മക്കളും ദൈവഹിതം എങ്ങനെ അറിയാം? കരമേർത്തി വിശ്വാസത്തോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കുന്നു. അഭിഷേകം വ്യാപരിക്കപ്പെടുന്നു. കർത്താവേ, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെ ജ്ഞാനത്തില് നിറഞ്ഞു നിന്ന ദൈവപുത്രന്റെ സാന്നിധ്യം എല്ലാ മക്കളിലേക്കും വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് അനുസരണയോടെ ഈ ലോക ജീവിതം പൂർത്തീകരിച്ചുകൊണ്ട് പിതാവിന്റെ വലതുഭാഗത്ത് ഉപേക്ഷനായിരിക്കുന്ന യേശുവേ, ഞങ്ങളുടെ വലതുഭാഗത്ത് അവിടുന്ന് ഉപേക്ഷനായിരിക്കുന്നുവെന്ന് ശത്രുക്കളെ പാദപീഠമാക്കുവോളോ അവിടുന്ന് ഞങ്ങളുടെ വലതുഭാഗത്ത് ഉപേക്ഷനാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളിതാ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? കണ്ണുനീരോടെ വിളിക്കാമോ? പാടാം. മരുഭൂയാത്ര അതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. പകൽ മേഘസ്തംഭം, രാത്രിയ നിത്തുണ, എന്നെ അനുദിനം വഴി നടത്തും. മരുഭൂയാത്ര അതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. പകൽ മേഘസ്തംഭം, രാത്രിയ നിത്തുണ, എന്നെ അനുദിനം വഴി നടത്തും. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അവനാദ്യനും അന്ത്യനുമേ, ദിവ്യ സ്നേഹത്തിനുറവിടമേ. 10,000 അതിശ്രേഷ്ഠനവൻ, സ്തുത്യനാം വന്ദ്യനാം നായകൻ. അവനാദ്യനും അന്ത്യനുമേ, ദിവ്യ സ്നേഹത്തിനുറവിടമേ. 10,000 അതിശ്രേഷ്ഠനവൻ, സ്തുത്യനാം വന്ദ്യനാം നായകൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ചേർന്ന് പഠിക്കേ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. സ്വരമുയർത്തി. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങൾ മനമേ അവൻ മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങൾ മനമേ അവൻ മതിയായവൻ. ശക്തിയോടെ എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ
വൻ പ്രയാസങ്ങൾ മനമേ അവൻ മതിയായവൻ. വിശ്വാസത്തോടെ എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങൾ മനമേ അവൻ മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങൾ മനമേ അവൻ മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങൾ മനമേ അവൻ മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങൾ മനമേ അവൻ മതിയായവൻ. അടുപ്പ് കൂടാതെ എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങൾ മനമേ അവൻ മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങൾ മനമേ അവൻ മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങൾ മനമേ അവൻ മതിയായവൻ. സ്തുതിക്കട്ടെ. ഒരു സാക്ഷ്യം ശ്രദ്ധിക്കാം. എൻ്റെ പേര് ത്രേസി ടോമി, അതിരമ്പുഴയിലാണ് വീട്. എൻ്റെ ഭവനത്തിൽ സന്ധ്യാപ്രാർത്ഥനയിലായിരുന്നു എന്നും വഴക്കും ബഹളവും. ഞാൻ ഇവിടെ ഒന്ന് 3 ആരാധന കൂടി. സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ ഞാനും പറഞ്ഞു, എനിക്ക് വീട്ടിൽ കുടുംബസമാധാനം ഉണ്ടാകുകയാണെങ്കിൽ സാധിച്ചാൽ ഞാൻ സാക്ഷ്യം എഴുതിയിട്ടുള്ളാം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്നോളം ആ ഒരു പ്രശ്നം പിന്നീട് ഉണ്ടായിട്ടില്ല. ആ സമയം ഈശോ ആ സഹോദരന്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് സാക്ഷ്യപ്പെടുന്നു. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാണ് ജ്ഞാനത്തിലുള്ള പ്രാർത്ഥന. ചോദിച്ച സമാധാനം ഈശോ ശിഷ്യന്മാർക്ക് കൊടുത്തത്, നിങ്ങൾക്ക് സമാധാനം. ഈ സഹോദരി ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ പ്രാർത്ഥിച്ചത് ഈ പ്രാർത്ഥന, എൻ്റെ കുടുംബത്തിൽ അവിടുന്ന് സമാധാനം തരുവാണെങ്കിൽ, ദൈവിക സമാധാനം തരുവാണെങ്കിൽ ഞാൻ നിന്റെ സന്നദ്ധയിൽ സാക്ഷ്യപ്പെടുത്തിക്കോളാം, മഹത്വപ്പെടുത്തിക്കോളാം. ആ സമയത്ത് ദൈവം ആ സഹോദരിയുടെ കാര്യത്തിൽ ഇടപെട്ടു എന്നാണ് സാക്ഷ്യം രേഖപ്പെടുത്തുന്നത്. പ്രാർത്ഥന ഇപ്രകാരമായിരിക്കണം: കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് ശിഷ്യന്മാർക്ക് കൊടുത്തതുപോലെ ഔദ്ധിതനായ യേശുവേ, എനിക്കിപ്പോൾ ഈ സമാധാനത്തിലോ, ഈ ആലത്തിലായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സമാധാനത്തിലോ, ശിമയോൻ പറഞ്ഞതുപോലെ ഈ സമാധാനത്തിലോ ഈ ദാസനെ വിട്ടയക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോ ദൈവിക സമാധാനത്തിലോ വിട്ടയച്ചു എന്നാണ് സുവിശേഷം നമ്മെ ഈ സാക്ഷ്യത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. കരം ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു സാക്ഷ്യം ശ്രദ്ധിക്കാം. മറിയമ്മ പുറപ്പുഴ എന്ന സ്ഥലത്തുനിന്ന് ഈ ശുശ്രൂഷയിൽ 2011 ഏപ്രിൽ മുതൽ പങ്കെടുക്കാൻ ആരംഭിച്ചതാണ്. മിക്കവാറും എല്ലാ വെള്ളിയാഴ്ചകളും മുടങ്ങാതെ വരാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ നിരവധിയായ അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ കുടുംബത്തിനും കർത്താവും നൽകിയിട്ടുണ്ട്. ദൈവം ഞങ്ങൾക്ക് നൽകിയ ഒരു പ്രത്യേക അനുഗ്രഹത്തിനായിട്ടാണ് ഞാൻ സാക്ഷി എഴുതുന്നത്. ഏകദേശം 2018 മുതൽ 7 വർഷം ഞങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈശോ കഴിഞ്ഞ വെള്ളിയാഴ്ച 10/1/2025 പരിഹരിച്ചു തന്നു. ലക്ഷറി ടാക്സ് എന്ന വലിയ വിഷമത്തിൽ ഈശോ പരിഹാരം കാണിച്ചു തന്നു എന്നാണ്. ഇവരുടെ പല ആളുകളും വന്ന് അളക്കും,
അത് ലക്ഷറി ടാക്സിന് ഉള്ളിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞ് ആ ടാക്സിന് അകത്ത് ഇവരെ പെടുത്തി. അവർ ദൈവസന്നിധിയിൽ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു നീതിമാനായ ഒരു മനുഷ്യനെ ദൈവം അയച്ചുകൊണ്ട് അയാൾ അളന്നപ്പോൾ അത് കൃത്യമായ അളവായിരുന്നു. ആ ലക്ഷറി ടാക്സിൽ നിന്ന് ആ കുടുംബത്തെ കർത്താവ് പരിപൂർണമായിട്ട് വിടുതൽ നൽകി അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ജീവിത പങ്കാളി 2 പ്രാവശ്യം വലിയ അപകടത്തിൽപ്പെട്ടു. ആ അപകടത്തിൽ നിന്നെല്ലാം കർത്താവ് ഉള്ളംകൈയിൽ എന്ന പോലെ സംരക്ഷിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുക. യാതൊരു പോറൽ പോലും ഏൽക്കാതെ കർത്താവ് സഹോദരിയുടെ ഭർത്താവിനെ സംരക്ഷിച്ചു. ദൈവസന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ, ദൈവിക ജ്ഞാനത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവമായ കർത്താവ് സകല ശത്രുക്കളിൽ നിന്നും നമ്മളെ സ്വതന്ത്രമാക്കുമെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ ദൈവമേ അവിടുത്തെ സമാധാനത്തില്, അവിടുത്തെ ഐശ്വര്യത്തില് ഞങ്ങളെയും വിട്ടയക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അവിടുത്തെ സമൃദ്ധിയില് ഞങ്ങളെ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസപൂർവ്വം കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. എല്ലാ നിയോഗത്തിനും ഒത്തിരി ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമായി നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ ദൈവജനത്തിന്റെ ആഗ്രഹത്തിന് മേല് കർത്താവേ അവിടുത്തെ മഹത്വത്തിന്റെ ശക്തി ഇപ്പോൾ വെളിപ്പെടുത്തുകയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ചു പാടാം, നന്നായിട്ട് ആരാധിക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും വർദ്ധിച്ചുകൊണ്ട് ജനമധ്യത്തിലൂടെ നമ്മുടെ ഇടയിലൂടെ കടന്നു പോകുന്ന യേശുവിനെ തൊട്ടറിഞ്ഞുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തില് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ പരിശുദ്ധമായ ആലയത്തെ ദൈവം തെരഞ്ഞെടുത്തുകൊണ്ട് ഈ ആത്മീയ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം ഒരുക്കിക്കൊണ്ട് അനേകർക്ക് സൗഖ്യം നൽകി, അനേകർക്ക് വിടുതൽ നൽകി, അനേകരെ മഹത്വപൂർണ്ണമാക്കുന്ന തമ്പുരാന്റെ അനന്തമായ കാരുണ്യത്തിന് മുമ്പില് ഇസ്രായേൽ ജനത്തെ ചെങ്കടൽ കടത്തിയതുപോലെ പല വഴികളിലും മാർഗങ്ങളും തടസ്സപ്പെട്ടപ്പോ ദൈവമായ കർത്താവ് പറഞ്ഞ സ്ഥലത്ത് ദൈവജനം ഒരുമിച്ച് കൂടി ദൈവമായ കർത്താവിനെ ആരാധിച്ചപ്പോ ചെങ്കടലിനെ വിഭജിച്ചതുപോലെ കർത്താവ് വഴികള് തുറന്നു വന്നുകൊണ്ട് ആ മാർഗത്തിലൂടെ, ക്രിസ്തു മാർഗത്തിലൂടെ അനേകരെ കടന്നു പോകുവാൻ ദൈവാവകാശവും അവസരം കൊടുക്കുന്നതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കാമോ? കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. വിശ്വാസത്തോടെ അഭിഷേകത്തോടെ ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവർ എൻ്റെ അടുത്ത് വന്ന് എന്നിൽ നിന്ന് കുടിക്കട്ടെ എന്ന് തിരുനാളിന്റെ ആ മഹാദിനത്തില് യേശു തന്റെ ജനത്തോട് ആവശ്യപ്പെട്ടു. ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തില് ദാഹമുണ്ടെങ്കില് ഈശോ പറഞ്ഞു അവർ എന്നിൽ നിന്ന് കുടിക്കട്ടെ. കരമുയർത്തി ഒറ്റ വിളി, ഈശോയെ എന്ന് വിളിക്കുന്നു.
വിശ്വാസത്തോടെ വിളിക്കുന്നു, അഭിഷേകത്തോടെ വിളിക്കുന്നു, ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കുന്നു, അത്യുന്നതനായ ദൈവത്തെ വിളിക്കുന്നു, മഹത്വപൂർണനായ ദൈവത്തെ വിളിക്കുന്നു, അബ്രാഹത്തിന്റെ ദൈവത്തെ വിളിക്കുന്നു, ഇസഹാക്കിന്റെ ദൈവത്തെ വിളിക്കുന്നു, യാക്കോബിന്റെ ദൈവത്തെ വിളിക്കുന്നു, ജോസഫിന്റെ ദൈവത്തെ വിളിക്കുന്നു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ വിളിക്കുന്നു, അപ്പസ്തോലന്മാരുടെ ദൈവത്തെ വിളിക്കുന്നു, ശംഖ് തുറന്ന് വിളിക്കുന്നു, ആത്മാവിൽ നിറഞ്ഞു വിളിക്കുന്നു, ദൈവത്തെ വിളിക്കുന്നു. ചേർന്ന് പാടാം. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. കുറ്റം വീതിച്ച് തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ, പിറുപിറുപ്പില്ലാതെ മുൻപോട്ട് പോകുക, യേശുവെന്നും നിന്റെ കൂടെ. നിന്നെ കുറ്റം വീതിച്ച് തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ, പിറുപിറുപ്പില്ലാതെ മുൻപോട്ട് പോകുക, യേശുവെന്നും നിന്റെ കൂടെ. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, എന്നും എന്റേതാണേ. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, എന്നും എന്റേതാണേ. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും
വിശ്വാസത്തോടെ വിളിക്കാം. നിന്റെ ദൈവം എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ. പരിശുദ്ധ കുർബാനയായി അപ്പത്തിന്റെ രൂപത്തിലോ സ്വയം ശൂന്യനായ ദൈവം ദാസനെ പോലെ ചെളിക്കുഴിയിൽ കടന്ന് എന്നെ നിങ്ങളെയും തിരിച്ചോര കൊണ്ട് കഴുകി ആ പരിശുദ്ധമായ ശരീരത്താൽ പാപം നിറഞ്ഞ ശരീരത്തെ ദൈവത്തിന്റെ ശരീരമാക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് സ്വർഗതുല്യമായി ദൈവപുത്ര സ്ഥാനത്തേക്ക് നമ്മളെ ഉയർത്തിയ തമ്പുരാന്റെ സ്നേഹമാണ് സിഹിയോൻ ഒട്ടശാലയില് സ്ഥാപിതമായ പരിശുദ്ധ കുർബാന. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ ഈശോയേന്ന് വിളിച്ച്, ഈശോയേന്ന് വിളിച്ച്, ഈശോയേന്ന് വിളിച്ച്, ഈശോയേന്ന് വിളിച്ച് തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തില് യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിട്ടില്ല. മഹത്വീകരിക്കപ്പെട്ട യേശുനാഥൻ സിഹിയോൻ ഒട്ടുശാലയില് പ്രാർത്ഥനാ നിരതരായ അപ്പസ്തോലന്മാരുടെ മേല് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയും അവിടുത്തെ മഹത്വത്തിന്റെ സാന്നിധ്യത്തെയും അയച്ചുകൊണ്ട് അപ്പസ്തോലന്മാരെ മഹത്വപൂർണമാക്കിയ ദൈവത്തിന്റെ അനന്തമായ ശക്തിയാണ് ഈ പരിശുദ്ധമായ ആലയത്തില് വിശുദ്ധ ജാവറ പിതാവിന്റെ ഭൗതിക ശരീരം നിലകൊള്ളുന്ന ഈ പരിശുദ്ധമായ വിശുദ്ധന്റെ ശരീരം നിലകൊള്ളുന്ന ഈ പരിശുദ്ധമായ ദേവാലയത്തില്, വിശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന ഈ ദേവാലയത്തില്, ദൈവത്തിന്റെ പരിശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന ഈ ദേവാലയത്തില് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടുന്നത് ദൈവത്തിന്റെ ജ്ഞാനവും അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുമാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? മുട്ടുമേലാകാം. കർത്താവിന്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിലേക്ക് ഇറങ്ങി വന്നതുപോലെ ദൈവം പരിശുദ്ധ കുർബാനയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ മഹത്വം ദൈവജനത്തിന് പ്രദാനം ചെയ്യുന്ന നിമിഷമാണ്. മാലാഖമാരുടെ സാന്നിധ്യം കൊണ്ട് ഈ ആലയം നിറഞ്ഞു നിൽക്കുകയാണ്. വിശുദ്ധരുടെ മധ്യസ്ഥം കൊണ്ട് ഈ ആലയം നിറഞ്ഞു നിൽക്കുകയാണ്. തിരുക്കുടുംബത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഈ ആലയം നിറഞ്ഞു നിൽക്കുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. അപ്പസ്തോലന്മാരിൽ നിറഞ്ഞതുപോലെ വിശുദ്ധ ജാവറ പിതാവ് നഷ്ടപ്പെടാതെ മരണം വരെയും കാത്തു സൂക്ഷിച്ചതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും ദൈവത്തിൻ്റെ ജ്ഞാനത്തെയും നഷ്ടപ്പെടുത്തി കളയാതെ ദൈവസന്നിധിയിൽ വ്യാപരിച്ച വിശുദ്ധ ജാവറ പിതാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധമായ ദേവാലയം. മക്കൾ പ്രാർത്ഥിച്ച്, ഈശോയെ, ജാവറ പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത് ആ വിശുദ്ധ ജീവിതമാണ്, പരിശുദ്ധ കുർബാനയിലുള്ള ജീവിതമാണ്. നമുക്കും ആഗ്രഹിക്കാം, ഈശോയെ, ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ, ദൈവത്തിൻ്റെ സാമീപ്യത്തിൽ, ദൈവത്തിൻ്റെ സമാധാനത്തിൽ നിലനിൽക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ തരണേ എന്ന് ദൈവസന്നിധിയിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുക. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ഒരിക്കൽ കൂടി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. നിരവധിയായ പ്രാർത്ഥനകൾ, നിരവധിയായ യാതനകൾ, നിരവധിയായ സങ്കടങ്ങൾ, നിരവധിയായ വേദനകൾ, നിരവധിയായ കഷ്ടപ്പാടുകൾ, നിരവധിയായ ദുരിതങ്ങൾ, പട്ടിണി, കടബാധ്യത, നിരവധിയായ ജീവിത പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ഒന്ന് തീരും മുമ്പ് കർത്താവെ മറ്റൊന്ന് വന്നു കഴിയുക. കർത്താവെ ഒന്ന് തീരും മുമ്പ് അവിടെ ശരീരത്തിൽ അവിടുന്ന് ഓരോന്നോരോന്നായി ഏറ്റെടുത്തതുപോലെ ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഓരോ വേദനകളെയും 2000 വർഷങ്ങൾക്കപ്പുറം കാൽവരിയുടെ നെറുകയിൽ ഏറ്റെടുത്തുകൊണ്ട് ഈ ദൈവജനം ചെയ്തു കൂട്ടിയതൊന്നും കർത്താവെ അവർ അറിഞ്ഞുകൊണ്ടല്ല എന്ന് പിതാവിൻ്റെ സന്നിധി നമുക്ക് വേണ്ടി താണുവീണ് പ്രാർത്ഥിക്കുന്ന വേദനയുടെ മധ്യത്തിലും പ്രയാസങ്ങളുടെ മധ്യത്തിലും കണ്ണുനീരിൻ്റെ മധ്യത്തിലും നമുക്ക് വേണ്ടി കണ്ണുനീരൊടുക്കിക്കൊണ്ട് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പുത്രനായ യേശുനാഥ്,
ഇവരറിഞ്ഞുകൊണ്ടല്ല കർത്താവേ, ഇവർക്ക് വീഴ്ച വരുന്നവരറിയാതെ പെട്ടുപോകുന്നതാണെന്ന് കർത്താവിൻ്റെ തിരുസന്നതയിൽ പ്രാർത്ഥനാപൂർവം വേദനകളുടെ മധ്യത്തിൽ കിടന്ന മിശിഹ, ആ പ്രാർത്ഥനയാണ് ഇന്ന് നമ്മുടെ പാപങ്ങളെ നമ്മളിൽ നിന്ന് വീണ്ടെടുക്കുന്നത്. ആ പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന്, രോഗത്തിൻ്റെ അവസ്ഥയിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന്, മക്കളില്ലാത്ത അവസ്ഥയിൽ നിന്ന്, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള തടസ്സങ്ങളിൽ നിന്ന് നമ്മളെ വിമോചിപ്പിക്കുന്നത് യേശുവാണ്. പ്രാർത്ഥിച്ച് ഓരോരുത്തരും പ്രാർത്ഥിച്ച് ഓരോ പ്രശ്നങ്ങളെ യേശുക്ക് കൊടുത്തേ. അവിടുത്തെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു എന്ന് യേശയ്യ പ്രവചിച്ചത് പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. യേശു ഇടപെടണേ. എൻ്റെ ജീവിത പ്രശ്നത്തിൻ്റെ മേൽ, എൻ്റെ ഹൃദയത്തിൽ ഏൽപ്പിക്കപ്പെട്ട ഈ വേദനയുടെ മേൽ, വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുടെ മേൽ, 38 വർഷക്കാലം ബെത്സയിദ കുളക്കരയിൽ വെള്ളത്തിലേക്ക് നോക്കിയിരുന്ന ആ മനുഷ്യൻ ദൈവത്തിലേക്ക് നോക്കിയത് ഇറക്കിക്കടത്താൻ ആരും ഇല്ലാതായപ്പോഴാണ്. ഞാനും നിങ്ങളും പ്രശ്നത്തിലേക്ക് നോക്കിയിരുന്നാൽ, ഒരിക്കലും നമുക്ക് പ്രശ്ന പരിഹാരത്തിലേക്ക് നോക്കിയിരിക്കാൻ ഇരുന്നാലല്ല, പ്രശ്നം പരിഹരിക്കുന്നവനിലേക്ക് നോക്കിയിരുന്നാൽ അവൻ നമ്മളെ സുഖപ്പെടുത്തും. ഈശോയിലേക്ക് നോക്കാം. ഈശോ ആഗ്രഹിക്കും. യേശു സാന്നിധ്യം നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഓരോരുത്തരും. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന പ്രശ്നം എൻ്റെ മക്കളെ കൊണ്ടായിരിക്കും, എൻ്റെ ജീവിത പങ്കാളിയെ കൊണ്ടായിരിക്കും, എൻ്റെ സഹോദരങ്ങളെ കൊണ്ടായിരിക്കും, എൻ്റെ അമ്മയെ കൊണ്ടായിരിക്കാം, അപ്പനെ കൊണ്ടായിരിക്കാം, അമ്മായിയമ്മയെ കൊണ്ടായിരിക്കാം, അമ്മായിയപ്പനെ കൊണ്ടായിരിക്കും, ഭർത്താവിൻ്റെ സഹോദരങ്ങളെ കൊണ്ടായിരിക്കും, അയൽവാസികളെ കൊണ്ടായിരിക്കും. എന്തു തന്നെയാണെങ്കിലും ആ പ്രശ്നത്തിന് പരിഹാരം 2000 വർഷങ്ങൾക്കപ്പുറം കാൽവരിയുടെ നെറുകയിൽ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ട ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മോടൊപ്പം വസിച്ചുകൊണ്ട് വലതു ഭാഗത്ത് വിഷനായിരുന്നു കൊണ്ട് ആ പ്രശ്നത്തിൽ നിന്ന് നമ്മളെ അനുദിനം മോചിപ്പിക്കുന്ന ആ തമ്പുരാന്റെ സ്നേഹത്തെ നമുക്ക് ആരാധിക്കാം. ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ആ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ആത്മാവായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, സഹിയോനിൽ പറന്നിറങ്ങിയ ദൈവം, കൊടുങ്കാറ്റിന്റെ ശബ്ദത്തോടെ സഹിയോൻ ഒട്ടുശാലയിൽ വ്യാപരിച്ച ദൈവത്തിന്റെ സാന്നിധ്യം, അഗ്നിനാട് രൂപത്തില് സ്വർഗം വിട്ടിറങ്ങി വന്ന് അപ്പസ്തോലന്മാരെ മഹത്വമാക്കി മാറ്റിയ ദൈവത്തിന്റെ സാന്നിധ്യം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, അഭിഷേകത്തോടെ ആഗ്രഹിച്ച്, അഭിഷേകം നിറയാൻ ആഗ്രഹിച്ച്, ആത്മീയ ശക്തി വെളിപ്പെടാൻ ആഗ്രഹിച്ച്, വലതു ഭാഗത്ത് ഉപേക്ഷനായിരിക്കുന്ന യേശുവിനെ കാണാൻ ആഗ്രഹിച്ച്, ശത്രുക്കളെ പാദപീഠമാക്കുവോളം അവൻ നമ്മുടെ വലതു ഭാഗത്ത് ഉപേക്ഷനാണ്. പിതാവിന്റെ വലതു ഭാഗത്ത് ഉപേക്ഷനായ യേശുനാഥൻ ശത്രുക്കളെ പാദപീഠമാക്കുവോളം ഇന്നവൻ നമ്മുടെ വലതു ഭാഗത്ത് യേശു ഉപേക്ഷനാണ്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്, ശക്തി വെളിപ്പെടുന്നുണ്ട്. നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാളോ ആക്കുവാളോ നിന്റെ ദൈവം നിന്റെ വലതു ഭാഗത്ത് ഇന്ന് ഉപേക്ഷനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വലതു ഭാഗത്ത് പുരുഷനായവനെ വിളിക്കാമോ? നസ്രായനെ വിളിക്കാമോ? ഇസ്രായേൽ ഗോത്രത്തിന്റെ സിംഹമായവനെ വിളിക്കാമോ? സർവശക്തനായവനെ വിളിക്കാമോ? അത്യുന്നതനായ ദൈവത്തെ വിളിക്കാമോ? ചേർന്ന് പാടാം. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ.
ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. എല്ലാവരും വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വിശുദ്ധരോടൊപ്പം ജീവിക്കുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വിശുദ്ധരോടൊപ്പം ജീവിക്കുവാൻ, ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുവാൻ കൃപയും ശക്തിയും പകരണമേ. ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുവാൻ കൃപയും ശക്തിയും പകരണമേ. ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. കുർബാനയുടെ അഭിഷേകം, കർത്താവിൻ ബലിയുടെ അഭിഷേകം, കുർബാനയുടെ അഭിഷേകം, കർത്താവിൻ ബലിയുടെ അഭിഷേകം, പരിഹാര ബലിയുടെ അഭിഷേകം ഞങ്ങളിൽ ഇപ്പോൾ ചൊരിയണമേ. പരിഹാര ബലിയുടെ അഭിഷേകം ഞങ്ങളിൽ ഇപ്പോൾ ചൊരിയണമേ. ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. പാപത്തിൻ മാർഗം ത്യജിച്ചിടാ, യേശു മാർഗത്തിൽ ജീവിച്ചിടാ. പാപത്തിൻ മാർഗം ത്യജിച്ചിടാ, യേശു മാർഗത്തിൽ ജീവിച്ചിടാ. സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യാൻ കൃപയും ശക്തിയും പകരണമേ. സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യാൻ കൃപയും ശക്തിയും പകരണമേ. ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. 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 തിരുരക്താഭിഷേക പ്രാർത്ഥന.
പിതാവായ ദൈവമേ, അടുത്ത തിരുക്കുമാരൻ്റെ വില തീരാത്ത രക്തത്തിന് ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുവാൻ ശക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ആ മൂല്യമായ തിരുരക്തം കൊണ്ട് എന്നെയും എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും ആത്മാവിനെയും എനിക്കുള്ളതെല്ലാം എന്നെ മുഴുവനെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ സഹോദരങ്ങളെയും എൻ്റെ ചാർച്ചക്കാരെ എന്നോട് ബന്ധപ്പെട്ട സകലരെയും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന് എനിക്ക് നന്മ ചെയ്തിട്ടുള്ളവരെയും എന്നെ വേദനിപ്പിച്ചിട്ടുള്ളവരെയും എന്നോട് വെറുപ്പ് കാണിക്കുന്നവരെയും എന്നോട് വൈരാഗ്യത്തോടെ പെരുമാറുന്നവരെ എല്ലാം അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകുന്നു കർത്താവേ. ലോകത്തിലുള്ള എല്ലാ തിന്മകളുടെ സ്വാധീന വലയത്തിൽ നിന്നും ലോകത്തെ മനുഷ്യഹൃദയങ്ങൾ കടന്നുവിട്ടിട്ടുള്ള എല്ലാ വെറുപ്പിൻ്റെയും തിന്മയുടെയും ജഡീകതയുടെയും അന്ത്യാസക്തിയുടെയും ബന്ധത്തിൽ കഴിയുന്ന എല്ലാ മനുഷ്യരെയും കർത്താവെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകുന്നു, വെടിപ്പാക്കി വിശുദ്ധീകരിക്കുന്ന ഒരു പുതിയ ഹൃദയത്തെ കർത്താവേ അങ്ങയുടെ മക്കൾക്ക് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഞങ്ങളുടെ ഭവനത്തെയും പരിസരങ്ങളെയും തിരുരക്തം കൊണ്ട് ഞാൻ അഭിഷേകം ചെയ്യുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിച്ച് പുതിയൊരു ജനതയാക്കി തീർക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങളെ ഉയർത്തി വിശ്വാസത്തോടെ ഇന്ന് ആരാധന ഏറ്റെടുത്ത് നടന്ന ജനമക്കളെയും ദിവ്യാനനാഥൻ്റെ സന്നിധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെ എല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എല്ലാ നിയോഗങ്ങളും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ആ നിയോഗങ്ങളുടെ മേലെല്ലാം പിതാവിൻ്റെ മഹത്വം, പുത്ര സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഈശോയെ ഈശോയെ എന്ന് വിളിച്ച് അന്ധനായ ബർത്തമേയൂസ് വിളിച്ചതുപോലെ ഇടതടവില്ലാതെ ഈശോയെ ഈശോയെ എന്ന് വിളിച്ച് കണ്ണുനീരോടെ അനുതാപത്തോടെ വിളിക്കുന്നു. യേശു തൻ്റെ മഹത്വം, ദൈവം തൻ്റെ മഹത്വം തൻ്റെ മക്കളുടെ മേൽ ഇതാ വെളിപ്പെടുത്തുന്നു. ആത്മാവിനെ അവിടുന്ന് വർഷിക്കുന്നു. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, വിശ്വാസത്തോടെ വിളിക്കുന്നു. ദേശത്തെ അനുഗ്രഹിക്കുന്നു, കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു, തലമുറകളെ അനുഗ്രഹിക്കുന്നു, പരീക്ഷിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു, വിവാഹ തടസ്സം നേരിടുന്നവരെ അനുഗ്രഹിക്കുന്നു, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ അനുഗ്രഹിക്കുന്നു, രോഗികളായിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കുന്നു, കൃഷിയിടങ്ങളെ അധ്വാന മേഖലയെ അനുഗ്രഹിക്കുന്നു, ജോലി സ്ഥലങ്ങളെ അനുഗ്രഹിക്കുന്നു, ജോലിയില്ലാത്ത മക്കളെ അനുഗ്രഹിക്കുന്നു, കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈശോ വിശുദ്ധീകരിക്കുന്നു. ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു. ശിരസ് നമിച്ച് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദിവസത്തിനായി പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ.
ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ മരിയ ആവേ മരിയ കന്യക മേരിയമ്മേ 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 ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ